ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിപയസാത്മനഃ ജലൈരാകാശഗംഗായ ഐരാവതകരോദ്ധൃതൈഃ ഇന്ദ്രസുരർഷിഭിः സാകം നോദിതോദയപമാതൃഭിः അഭ്യഷിഞ്ജദദാശാകം ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കിരീടം കാരുണ്യാമൃത ലോചനയുഗളം കുന്തലഭരം മകരകാവില നാസാപുടവും മന്ദസ്മിതരോധികാരാഗേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി മുകുന്ദ മാധവ ഗോവിന്ദ ജലതല വിലസിന തുളസീതളവും ജലധര നിറമാതിരുമൈവണിയും തൃക്കരദാരിവിളങ്ങിന ശംഖ ഗദാതി സരോജം കാണാഗേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി മുകുന്ദ മാധവ ഗോവിന്ദ ശ്രീവത്സാങ്കിത വക്ഷസി കൗസ്തുഭ വനമാലാധര പീതാംബരവും വാരിടാതൊരു രത്നം തടവിന കാഞ്ചന കാഞ്ചികം കാണാഗേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി മുകുന്ദ മാധവ ഗോവിന്ദ ബ്രഹ്മതുല്യം തുടയിടയും തവ ജംഘായുഗണം മണിനോപുരവും ജംഭാരാതിമുഖാമരവന്ദിത പദയുഗണം മമ കാണാഗേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി മുകുന്ദ മാധവ ഗോവിന്ദ ബർഹാപീഠം നടവരവപുഃ കർണയോഃ കർണികാരം ബിഭ്രദ്വാസഃ കനകകപിശം വൈജയന്তীം ച മാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയ ദശമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരോധം എന്ന് പറഞ്ഞാൽ പല ദിക്കിലേക്ക് പോകുന്ന മനസ്സിനെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തുന്നതിനെയാണ് നിരോധം എന്ന് പറയുക. അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. പല ദിക്കിലേക്ക് പോകുന്ന മനസ്സിനെ ഒതുക്കി നിർത്താൻ സാധിക്കുക പറഞ്ഞാൽ അത് സാധിക്കാത്തതാണ് നമ്മുടെയൊക്കെ പരാജയം. ചിത്തവൃത്തി നിരോധ ആണ് യോഗം. യോഗ ചിത്തവൃത്തി നിരോധ. ഇപ്പം നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ മനസ്സ്. അതാണ് ദുഃഖത്തിനൊക്കെ കാരണം. ദുഃഖിക്കണമെന്നൊന്നും ആഗ്രഹമില്ല, പക്ഷെ എന്നും ദുഃഖം. വിഷമിക്കണമെന്ന് മോഹമില്ല, പക്ഷെ എന്നും ഇങ്ങനെ വിഷമമാണ്, നിരാശയാണ്, ബുദ്ധിമുട്ടാണ്, ഭയമാണ്. അതൊക്കെ മാറി എപ്പോഴും ആനന്ദമായിട്ടിരിക്കാനുള്ള വഴി. അതിനാദ്യം ചിന്തിക്കാണ്ടിരിക്കാൻ പറഞ്ഞാൽ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് പറയുകയാണ് തൽക്കാലം നല്ലത് ചിന്തിക്കൂ. ചിന്തിക്കാണ്ടിരിക്കുക വേണ്ടത് അത് പറ്റില്ല. എന്നാൽ പിന്നെ നല്ലത് ചിന്തിക്കുക. മനസ്സിന് ഒരു സമയം ഒന്നേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വക കഥകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് അതിൽ ശ്രദ്ധിക്കുമ്പം മറ്റ് പലതും ചിന്തിക്കാണ്ടിരിക്കും. അത് വലിയ ലാഭമാണ്. നല്ലൊരു സംഗീതം കേൾക്കുമ്പം അതിൽ ശ്രദ്ധിച്ചാൽ മറ്റു പലതും കുറച്ച് നേരത്തേക്ക് മറക്കും. അപ്പോഴാണ് നല്ല ആശ്വാസം. സംഗീതത്തിൻ്റെ രസം മാത്രമല്ല, മറ്റു പലതും ചിന്തിക്കാണ്ടിരിക്കുന്നതിൻ്റെ സുഖം. ഉറക്കത്തിലൊന്നും ചിന്തിക്കാത്തതുകൊണ്ടാണ് അത്ര സുഖം. ഉറക്കത്തിലിപ്പോൾ എന്താ കച്ചേരി കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഇത്ര സുഖമാവാൻ കാരണം വേറൊന്നും കേൾക്കണില്ല, കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സുഖം. അതുകൊണ്ട് ഇവിടെ ഭഗവാന്റെ മനോഹരങ്ങളായ കഥകൾ, പലതരത്തിലുള്ള ലീലകൾ വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ കുട്ടിക്കളി. ചിലപ്പോൾ അതിലാവും നമുക്ക് ശ്രദ്ധ വരിക. അറിയില്ല നമുക്ക് ഏതാ താല്പര്യം എന്നുള്ളത്. നമുക്ക് ഓരോരോ കഥകൾ കേൾക്കുമ്പം ചില കഥ ചിലർക്ക് ഇഷ്ടാവും. ആവട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ മനസ്സ് വയ്ക്കൂ. ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കൂ. അനവധി ഫോട്ടോ അങ്ങനെ അവിടെ കാണിച്ചു തരികയാണ്. ആൽബം ദശമസ്കന്ധം അങ്ങനെ
ഭഗവാന്റെ ജനനം മുതലെങ്ങനെ വർണ്ണിക്കുകയാണ്. അതിലേതെങ്കിലും ഒരു ചിത്രം മനസ്സിൽ വെക്കണേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വിഷമമില്ലാണ്ടിരിക്കുക. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഹൃദയം ശുദ്ധമായി, കുറച്ച് കഴിഞ്ഞാൽ സത്വഗുണത്തെയും അതിക്രമിച്ച് നിർഗുണനായിട്ട് മാറും. പിന്നെ ചിന്തകളില്ലാത്ത അവസ്ഥ, അതുതന്നെയാണ് മോക്ഷം. എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ? നിർവിഷയം മനഃ, വിഷയങ്ങളില്ലാത്ത മനസ്സ്. പിന്നെ മനസ്സില്ല, വിഷയങ്ങളുണ്ടെങ്കിലേ മനസ്സുള്ളൂ, ചിന്തകളുണ്ടെങ്കിലേ മനസ്സുള്ളൂ. ചിന്തകളുടെ കൂട്ടത്തന്നെയാണ് മനസ്സെന്ന് പറയുന്നത്. ചിന്തകളില്ലെങ്കിൽ പിന്നെ എന്തില്ല? പിന്നെ മനസ്സില്ല, പിന്നെ ബുദ്ധിമുട്ടില്ല. മനസ്സല്ലേ ഈ ബുദ്ധിമുട്ടിന് കാരണം. അപ്പം അതിലേക്ക് എത്തിക്കുകയാണ്. അതാണ് 90 അധ്യായങ്ങൾ. കുറച്ചധികം വർണ്ണിക്കുന്നുണ്ട് ഭഗവാന്റെ ലീലകൾ. പ്രധാനമായിട്ട് 4 ലീലകളായിട്ടാണ് പറയുക. ഒന്ന് ഗോകുല ലീല. വൃന്ദാവനത്തിലെ ഒരു സ്ഥലമാണ് ഗോകുലം. ആ വൃന്ദാവനത്തിൽ തന്നെ വൃന്ദാവനം എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് താമസം മാറും. ഇപ്പം ഗോകുല ലീല, അത് കഴിഞ്ഞാൽ വൃന്ദാവന ലീല, അത് കഴിഞ്ഞാൽ പിന്നെ മധുരാലീല, പിന്നെ ദ്വാരകാലീല. അങ്ങനെ 4 തരത്തിലാണ്. അതിൽ ഭഗവാന്റെ ഓരോരോ ഭാവം ഗോകുലത്തിലുള്ളതുപോലെയല്ല വൃന്ദാവനത്തിലേക്ക്. ലേശൊരു വ്യത്യാസം ഭഗവാന്റെ സ്വഭാവത്തിൽ കാണാം. മധുരയ്ക്ക് എത്തുമ്പോൾ ഒന്നും കൂടി ഒരു ഗൗരവമായി, ദ്വാരകയിലെത്തുമ്പോഴേക്കും ഗൃഹസ്ഥനായി. അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകളാണ് വർണ്ണിക്കുന്നത്. അതിൽ നമുക്ക് താല്പര്യമുള്ളൊരു ലീല മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുക. മറ്റുള്ള വിഷയങ്ങളെയൊക്കെ ഈ ലീല സ്മരിച്ചിട്ട് ഇല്ലാണ്ടിയാക്കി കുറച്ച് കഴിയുമ്പം ഭഗവാൻ വേറെ ഞാൻ വേറെ എന്നല്ല, ഒന്നായി മാറുക. അവിടേക്ക് എത്തുകയാണ് വേണ്ടത്. അതാണ് മോക്ഷം, അതാണ് ഏകാദശ സ്കന്ധം. ഇവിടെ ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചു വരികയാണ്. ഇപ്പം ഭഗവാന്റെ 28ാം ദിവസം ആണ്. അതൊരു പിറന്നാളായിട്ട് ആഘോഷിക്കുകയാണ്. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഭഗവാനെ കുളിപ്പിക്കുന്നു യശോദ. ഭഗവാനെ കൊണ്ടുപോയിട്ട് എല്ലാവരും ഗോപികമാരൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട് ഭഗവാനെ അഭിഷേകം കാണാൻ. യശോദ കാല് നീട്ടി ഇങ്ങോട്ട് ഇരിക്കും. തൻ്റെ കാലിൻ്റെ മുകളിൽ ഭഗവാൻ ഇങ്ങോട്ട് കിടത്തുകയാണ്, കമഴ്ത്തി ഇങ്ങോട്ട് കിടത്തും പരബ്രഹ്മത്തെ. ആകാശത്ത് ബ്രഹ്മാദി ദേവന്മാരെ നോക്കിയിട്ട് എന്ത് ഭാഗ്യമാണ് ഇവൾ ചെയ്തത്, നമുക്കൊന്നും തൊടാൻ കിട്ടണില്ല. അങ്ങനെ ഇരിക്കുക ഈ പരബ്രഹ്മത്തെ കമഴ്ത്തി കിടത്തണു, എണ്ണ തേപ്പിക്കുന്നു, കയ്യിലും കാലിലൊക്കെ എണ്ണ തേപ്പിക്കുന്നു. ഗോപസ്ത്രീകൾ ചുറ്റും നിൽക്കണു. എണ്ണയായിട്ടൊരു ഗോപസ്ത്രീ, വയറുപൊടിയായിട്ട് വേറൊരു ഗോപസ്ത്രീ, തോർത്തുകൊണ്ടായിട്ടൊരു ഗോപസ്ത്രീ, കളിപ്പിക്കാൻ കിലുക്കായിട്ട് വേറൊരു ഗോപസ്ത്രീ, ചൂടുവെള്ളമായിട്ട് വേറൊരു ഗോപസ്ത്രീ. ചുറ്റും ഗോപസ്ത്രീകൾ ഇരിക്കുന്നു. നടുക്ക് യശോദ. വരാഹായ വന്ന സമയത്ത് ഭഗവാൻ ഈ ജലത്തിലേക്ക് സമുദ്രത്തിലേക്ക് ചാടിയപ്പം ഭഗവാന്റെ ആ കാലിൻ്റെ അടിഭാഗം മാത്രമേ നനയ്ക്കാൻ ഈ 7 സമുദ്രത്തിന് സാധിച്ചുള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാൻ ഇപ്പം 2 കയ്യിൽ ലേശം വെള്ളമെടുത്ത് അതിലങ്ങോട്ട് മുക്കണാര് ഈ യശോദ. ഔ ഭാഗ്യല്ലേ ആണ്. കിം ബ്രൂമസ്ത്വാം യശോദേ കതി സുകൃതക്ഷേത്ര മുഖ്യാനി പൂർവം. എന്ത് പുണ്യമാണ് നീ ചെയ്തത്, നീ എന്ത് വഴിപാടാ കഴിച്ചതെന്ന് പറഞ്ഞു തരും. ഏത് വ്രതാ നോറ്റത്? ഏകാദശിയാണോ, ഇനിയിപ്പം പ്രദോഷമാണോ, എന്ത് വ്രതാ നീ നോറ്റത്, എന്ത് വഴിപാടാണ് നീ കഴിച്ചത്? കാരണം ബ്രഹ്മാവായ എനിക്കോ പരമശിവനൊന്നും ഈ ഒരു ഭാഗ്യം കിട്ടണില്ലല്ലോ. ഒപ്പം അങ്ങനെ നിൽക്കേണ്ടതിനായിട്ട് തൊടാൻ പറ്റണില്ല. നീ ഇതപ്പം ഭഗവാനെ എണ്ണ തേപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, പട്ടുടിപ്പിക്കുന്നു, പിരി ചാർത്തുന്നു. എന്ത് ഭാഗ്യം ചെയ്തു എന്ന് ബ്രഹ്മാദി ദേവന്മാരൊക്കെ ചോദിക്കുകയാണ്. ഭഗവാൻ കുളിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണങ്ങനെ അടയ്ക്കുന്നുണ്ട്, ഉറക്കം വരുന്നത് പോലെ. ഭഗവാൻ ഉറങ്ങണമെന്നില്ല, ഭഗവാൻ ഉറങ്ങിയാൽ കഴിഞ്ഞു കഥ. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ ഉറങ്ങാണ്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നത്. ഉറക്കം നടിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് കുറേ പണി ഉണ്ടാവും. ഇനി തന്നെ നോക്കിയിരുന്നാൽ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് അമ്മയുടെ പണി ചെയ്യട്ടെ എന്നുള്ള മട്ടിൽ ഉറക്കം നടിക്കുന്നു. നല്ല ക്ഷീണമുണ്ട് ഉണ്ണിക്ക്. എന്നാൽ പിന്നെ വേഗം കുളിപ്പിച്ചിട്ട് കിടത്തി ഉറക്കാം എന്ന് കരുതി കുളി കഴിഞ്ഞു, പട്ടൊക്കെ വിരിച്ച് ഭഗവാനെ അലങ്കരിച്ച് അവിടെ കിടത്തി കുട്ടികളെ ഏർപ്പാടാക്കി. നോക്കിട്ട് ഉണ്ണി എണീറ്റ എന്നോട് വാർത്ത പറയണേ എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയതാ, എന്തോ അടുക്കള പഠിക്കും. കുട്ടികളൊക്കെ അങ്ങനെ നോക്കി നിന്നു. ഭഗവാന്റെ ആ കണ്ണ് അടച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾ ഉറങ്ങുമ്പോൾ കണ്ണടച്ചു തോന്നില്ല. പകുതി കണ്ട് തുറന്നുകൊണ്ട് ഇങ്ങനെ കിടക്കണത് പോലെ കുട്ടികളിങ്ങനെ നോക്കി നിൽക്കും. ചുണ്ടനങ്ങണത് ഇടയ്ക്ക് ഉറക്കത്തിൽ ഇങ്ങനെ പുഞ്ചിരിക്കും. ആ ഉണ്ണി ചിരിച്ചു, കൃഷ്ണൻ ചിരിച്ചു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണൻ പേരിട്ടിട്ടില്ലേ, അപ്പം ഇടാൻ പോണേ ഉള്ളൂ. അപ്പം അങ്ങനെ അവരാ ഭഗവാന്റെ കിടന്നുറങ്ങണത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. കുമ്പ വീർക്കണത്, ശ്വാസം വലിക്കുമ്പോൾ അങ്ങനെ അത് ഒന്നും താഴും, അതൊക്കെ നോക്കി അവരെങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് ഒരു കാഴ്ച. ശകടാസുരൻ കംസൻ പറഞ്ഞയച്ചിട്ട് ഒരു വണ്ടിയിലേക്ക് ചേർന്നിട്ട് കൃഷ്ണനെ അങ്ങോട്ട് ചതച്ചരയ്ക്കാം എന്ന് കരുതി അതങ്ങോട്ട് ഇളകി വേഗത്തിൽ അങ്ങോട്ട് വന്നു കൃഷ്ണൻ്റെ അടുത്തേക്ക്. ഉറക്കത്തിൽ കൃഷ്ണൻ തൻ്റെ വലത്തേ കാലിൻ്റെ തള്ളവരലൊന്ന് പൊന്തിച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ഈ വണ്ടി അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് പൊന്തി അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു. കുറച്ച് ദൂരത്തേക്ക് പോയി പൊട്ടിത്തെറിച്ചു, തവിട് പൊടിയായി. ഈ ശബ്ദം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറമേക്ക് വന്നത്. ഗോപന്മാരൊക്കെ ഈ ശബ്ദം കേട്ട് ഓടി വന്ന സമയത്ത് കാണുന്ന കാഴ്ച, ദൂരത്തായിട്ടൊരു ശകടം പൊട്ടിച്ചതറി കിടക്കുന്നുണ്ട്. അവർ വന്ന് ചോദിച്ചു കുട്ടികളോട്, ഇത് എങ്ങനെ ഈ ചാരി വെച്ച വണ്ടി ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉണ്ണിയുടെ കാലിൻ്റെ വിരൽ കൊണ്ടതാ. അതവർ വിശ്വസിച്ചില്ല. പിന്നെ ചെറിയൊരു ഉണ്ണിയുടെ 28 ദിവസമായിട്ടുള്ളൂ, ആ ഉണ്ണിയുടെ കാലിൻ്റെ വിരൽ കൊള്ളുമ്പം ഈ വലിയ വണ്ടി പൊട്ടിത്തെറിക്കല്ലേ എന്നും പറഞ്ഞ് അവർ പോയി. അവർ വിശ്വസിച്ചതും ഇല്ല, എന്നാൽ അന്വേഷിച്ചതും ഇല്ല. നമ്മളെ പോലെ തന്നെ
ഒന്നെങ്കിൽ അന്വേഷിക്കുക, ആത്മവിചാരം ചെയ്യുക. ഇല്ല എന്നാൽ പിന്നെ ഇത് ചെയ്ത് പറയണത് വിശ്വസിക്കുക. അതും ഇല്ല, അവരെന്തോ വിഡിത്തം പറയുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും ലോക വിഷയങ്ങളുടെ പിന്നാലെ തന്നെയാണ് അവർ പോയത്. അതാണ് അധികം ലോകത്തിൻ്റെ അവസ്ഥ. നിഷ്കളങ്കരായ ആ കുട്ടികൾക്ക് ഭഗവാന്റെ ലീല കാണാൻ പറ്റുമായിരുന്നു കേട്ടോ എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ. ഏതായാലും അങ്ങനെ ശകടാസുര ഭഞ്ജനം എന്ന ലീല. അതിനുശേഷം പിന്നീട് ഭഗവാന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യശോദ. അപ്പോഴാണ് തൃണാവർത്തൻ്റെ വരവ്. കംസൻ പറഞ്ഞയച്ച് വരികയാണ്, കാറ്റിൻ്റെ രൂപത്തിലാണ് വരുന്നത്. കൃഷ്ണന് തോന്നി താൻ അമ്മയുടെ മടിയിലിരിക്കുകയാണെങ്കിൽ ഈ കാറ്റ് വന്നത് തന്നെയും അമ്മയും കൂടി കൊണ്ടുപോകില്ലേ, അമ്മ എന്ത് തെറ്റ് ചെയ്തു, അതുകൊണ്ട് തൽക്കാലം അമ്മയെ മാറ്റണം, തന്നെ മാത്രം കൊണ്ടുപോയിക്കോട്ടെ തൃണാവർത്തൻ എന്ന് കരുതി ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ ഭാരം കണ്ട് വർദ്ധിപ്പിച്ചു. അമ്മയ്ക്ക് എന്തോ വലിയൊരു അമ്മിക്കുട്ടിയൊക്കെ മടിയിൽ വെച്ചതുപോലെ. ആകെ 2 ഉരുളേ കഴിച്ചിട്ടുള്ളൂ, അപ്പോഴേക്ക് ഇത്രയ്ക്കൊക്കെ കനുണ്ടാവുമോ? കണ്ണേറ് കൊണ്ടതാവും. പലരും വന്നിങ്ങനെ പറയാറുണ്ട്, എന്താ ഉണ്ണിയുടെ ചിരി, എന്താ നോട്ടം എന്നൊക്കെ പറഞ്ഞങ്ങനെ. അതായിരിക്കും. എന്നാൽ എന്തായാലും ഒന്ന് കടുകും മുളകൊന്ന് ഒഴിഞ്ഞിടാം എന്നൊക്കെ കരുതി അമ്മ ഒരു പട്ട് വിരിച്ച് താഴത്ത് ഇരുത്തി അകത്തേക്ക് പോയത് അടുക്കളയ്ക്ക്. അപ്പോഴാണ് തൃണാവർത്തം വരുന്നത്. ഉണ്ണി ടാറ്റ പോവുക എന്ന് പറഞ്ഞു. ടാറ്റ പോവുക പറഞ്ഞ കുട്ടികൾ പിന്നെ ഏത് പൊട്ടൻ്റെ കൂടിയും പോവും, സർക്കിറ്റല്ലേ. 2 കൈയും അങ്ങോട്ട് പൊന്തിച്ചു. തൃണാവർത്തം അങ്ങോട്ട് വാരിയെടുത്ത് എങ്ങോട്ട് പോവുകയാണ്. അതങ്ങനെ കംസൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോവുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴേക്ക് അമ്മ 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 എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി കൃഷ്ണൻ. തൃണാവർത്തം പറഞ്ഞു, അമ്മാമനെ കാണിച്ചു തരാം. അങ്ങോട്ടാ പോണതേ, അമ്മയെ പറ്റില്ല, അമ്മാമനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പോരാ, അമ്മ തന്നെ വേണമെന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ച് ഞെക്കി ആ തൃണാവർത്തനെയും വധിച്ചു എന്ന് പറയാം. പക്ഷേ അതല്ല മോക്ഷം. ശകടാസുരന് മോക്ഷം, തൃണാവർത്തന മോക്ഷം. തൃണാവർത്തനം പിന്നെ കുറച്ച് ദൂരത്ത് അപ്പുറത്തേക്ക് പോയിട്ട് വേറെ പഞ്ചായത്തിലാണ്. കാരണം അന്ന് പൂതന അവിടെ വീണിട്ട് അച്ഛനൊക്കെ വലിയ ബുദ്ധിമുട്ടായി, അച്ഛൻ്റെ കൂട്ടുകാർക്കൊക്കെ വലിയ പ്രയാസമായി. അതുകൊണ്ട് ആ പ്രയാസം വേണ്ട കരുതി കുറച്ച് ദൂരത്ത് കൊണ്ടുപോയിട്ടാണ് തൃണാവർത്തനെ ശരിയാക്കിയത്. അങ്ങനെ തൃണാവർത്തന മോക്ഷം കൊടുത്ത രംഗം വർണ്ണിച്ചു. ഇപ്പം ഈ ഉണ്ണികൾക്ക് ഇപ്പോഴും പേരിട്ടിട്ടില്ല. എന്താ പേരിടാത്തോ ചോദിച്ചാൽ, അത് തൻ്റെ മകൻ മാത്രമല്ലല്ലോ, ഇവിടെ വസുദേവരുടെ മകനും ഇല്ലേ, അയാൾ ജയിലിലാണ്. ഈ ഉണ്ണികൾക്ക് വേണ്ട പേരിടാനുള്ള ചടങ്ങ് അതൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. അയാളാണ് മൂത്തത്, ബലരാമനാണ് മൂത്തത്. അദ്ദേഹത്തിന് പേരിടാണ്ട് എൻ്റെ മകന് പേരിടാൻ പറ്റും? തന്നെ ഏൽപ്പിച്ചതല്ലേ വസുദേവർ. അതുകൊണ്ട് വസുദേവരുടെ ആചാര്യൻ ഗർഗനാണ്, തൻ്റെ ആചാര്യൻ ശാണ്ഡിലനാണ്. തൻ്റെ ആചാര്യനെ കൊണ്ട് വസുദേവരുടെ ഉണ്ണിക്ക് പേരിട്ടാൽ അയാൾക്ക് ഇഷ്ടാവും. അപ്പം അങ്ങനെ വൈകി. പിന്നെയാവാ നാളെയാവാ ചൂട് കഴിയട്ടെ അങ്ങനെ പോയതാണ്. ഇനി എന്തായാലും കാത്തിരിക്കാൻ വയ്യ. ഗോപികമാരൊക്കെ കറുത്തുണ്ണി വെളുത്തുണ്ണി എന്നൊക്കെ വിളിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ അത് പറ്റില്ല, അതുകൊണ്ട് പേരിടണം എന്ന് കരുതി ശാണ്ഡിലനെ അന്വേഷിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മുറ്റത്താരുണ്ട്? ഗർഗഹ പുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഹ. ഹോരാശാസ്ത്രത്തിൻ്റെ മറുകര കണ്ട ആളാണ് ആര്? ഗർഗൻ. ഗർഗഹ പുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഹ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിത. വസുദേവർ പറഞ്ഞയച്ചതാ ഗർഗനെ. ഇനി അങ്ങ് പോയില്ലെങ്കിൽ മിക്കവാറും അയാൾ ശാണ്ഡിലിനെ കൊണ്ട് പേരിടിക്കും എൻ്റെ 2 ഉണ്ണികൾക്കും. എനിക്ക് അങ്ങനെ പേരിടണം നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ശരി ഞാൻ പറഞ്ഞയച്ചു എന്ന് പറയണ്ട കേട്ടോ അവിടെ എത്തിയിട്ട്. ഇല്ലില്ല, അതൊന്നും ഞാൻ പറയില്ല. അങ്ങനെ യാദൃച്ഛികമായിട്ട് വരണമെന്നുള്ള മട്ടിൽ ഗർഗർ എവിടെ എത്തി? ഈ നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി. നന്ദഗോപർ ശാണ്ഡിലിനെ കാണാനായിട്ട് കോട്ടയം ബാഗൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ആര് വരുന്നത്? ഗർഗാചാര്യരുടെ മുറ്റത്ത്. അതങ്ങോട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഈ ഒരു നിമിത്തം കാണിക്കുന്നത് അങ്ങ് തന്നെയാണ് എൻ്റെ ഉണ്ണിക്ക് പേരിടേണ്ടതെന്ന്. പിന്നെ അങ്ങയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്. ആര്? ബലരാമൻ. ബലരാമൻ മാത്രമല്ല, ഈ കൃഷ്ണനും ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ്. പിന്നെ എനിക്ക് ഇന്ന ആൾ പേരിടണമെന്നൊന്നുമില്ല, മഹാത്മാവാവണമെന്നേ ഉള്ളൂ, കുറച്ച് തപസ്സുള്ള ആൾ പേരിടണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഉണ്ണിക്ക് അങ്ങനെ പേരിട്ടാൽ മതി. അദ്ദേഹം പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ ഞാനിപ്പോൾ അത് ഉദ്ദേശിച്ച് വന്നതൊന്നുമല്ല. ഇവിടെ അടുത്തൊരു പരിപാടിക്ക് വന്നപ്പം 2 കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് കേട്ടു. എന്നാൽ പിന്നെ ഒന്ന് കണ്ട് പൂട്ടലല്ലേ, കുട്ടികളെ കാണുക, കടല മുട്ടായി എന്തെങ്കിലും കൊടുക്കുക, ഒരു സന്തോഷമല്ലേ, അങ്ങനെ ഒന്ന് വന്നേ ഉള്ളൂ. ഇനി അങ്ങേക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പേരിടാം ഒക്കെ വെറുതെ മോഹിച്ചു വരിക പേരിടാൻ. എന്നാലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ രഹസ്യമായിട്ടായിക്കോട്ടെ, കാരണം ഞാനിവിടെ എത്തിയിട്ട് ഈ കുട്ടികൾക്ക് പേരിട്ടു എന്നുള്ള കാര്യം നാളെ പേപ്പറിൽ വരണ്ട. കാരണം അത് വന്ന് ഇനി കംസൻ വായിച്ചാൽ കംസനാകെ പരിഭ്രമാവും. അല്ലെങ്കിൽ തന്നെ കംസൻ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് ഒരിക്കലും തൻ്റെ 8ാമത്തെ ഈ അന്തകൻ ഒരിക്കലും ഈ പെണ്ണാവാൻ തരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളായിട്ട് ഈ കുട്ടികൾക്ക് വെറുതെ ആപത്തുണ്ടാക്കണം. ഇനി കംസൻ സംശയിച്ചാലോ ഈ കുട്ടികളാണ് തൻ്റെ അന്തകൻ ഒക്കെ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ തന്നെ. സംശയിച്ചാലോ, അതുകൊണ്ട് ഗോശാലയിൽ വെച്ചിട്ട് മതി. ഇത്രയും നല്ലൊരു സ്ഥലം വേറല്ലേ, അതാണ് അങ്ങോട്ട് മാറ്റിയത്. ആരെയും അറിയിക്കണ്ട. വൃദ്ധന്മാരായിട്ടുള്ള 2-3 ഗോപന്മാർ അവിടെ ഉണ്ട്, ഇവർ മാത്രം മതി. ആ കോട്ടവാതിൽ അങ്ങോട്ട് അടച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാതിൽ അങ്ങോട്ട് അടച്ചു. നേരെ ഗോശാലയിലേക്ക് കൊണ്ടുപോയി കുട്ടികളെ അവിടെ എത്തിച്ചു. അവിടെ നല്ല സ്ഥലം, ഗോമൂത്രമാണെങ്കിലും ചാണകമാണെങ്കിലും ഒക്കെ ശുദ്ധമാണ്. അതല്ല അതിൻ്റെ പ്രത്യേകത.
ചിലർ ചോദിക്കും എന്താ പശുവിന് എത്ര വേണ്ട പ്രത്യേകത, നായ്ക്ക് എന്താ പ്രത്യേകത അല്ലേ നമ്മൾ ചോദിക്കും. അല്ല, ഒക്കെയും ബ്രഹ്മ ഒരുപോലെ തന്നെ അല്ല പറയണില്ല, പക്ഷേ വ്യവഹാരത്തിൽ പ്രത്യേകത ഉണ്ട്. നായ മോശം എന്ന് പറയണില്ല കേട്ടോ, അങ്ങനെ പറയണില്ല. പശുവിൻ്റെ ചില ഗുണങ്ങൾ അതിനില്ല, അതാ പറയണത്. ഇന്നിപ്പോൾ പശുക്കളൊന്നും ഇല്ല, എവിടെയില്ല, ഒന്നുമില്ല, ഒക്കെ പോയി. നമുക്ക് വേണ്ടാത്തതൊക്കെ അത് കഴിക്കും. വെള്ളം പുല്ലൊക്കെ കഴിച്ചിട്ട് തരുന്നതൊക്കെ എന്താ? അമൃതാണ്, പാല്. കുറച്ച് കാലം നമ്മൾ അമ്മയുടെ പാല് കുടിച്ചിട്ടുള്ളൂ, പിന്നെ കുടിക്കുന്നതൊക്കെ പശുവിൻ്റെ പാലാണ്. അപ്പോൾ അമ്മയേക്കാൾ അധികാരം സ്നേഹിക്കണം. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അമ്മയായിട്ടാണ് പശുവിനെ പറയുക. ഇപ്പോൾ ചിലർ ചോദിക്കും, നിങ്ങളെ അമ്മയാണ് പശുവെങ്കിൽ അച്ഛൻ കാളയായിരിക്കുമല്ലേ? അതെ. അല്ല, അതിന് മടിക്കൊന്നും വേണ്ടാത്ത കാള അച്ഛനാണ്. കാളെന്ന് പറഞ്ഞാൽ ധർമ്മം എന്നാണ് അർത്ഥം. പരമശിവൻ കാളപ്പുറത്ത് സഞ്ചരിക്കുക പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ മുകളിലാണ് ഈശ്വരൻ പോലും. ഈശ്വരന് മുഖ്യം ധർമ്മം തന്നെയാണ്. ധാർമ്മികനായ മാത്രമേ ഈശ്വരനെ കിട്ടുള്ളൂ. വൃഷോ വൈ ധർമ്മ, 1-ാം ദിവസം മുതൽ പറയേണ്ടത്. പരീക്ഷത്ത് കാളയെ കണ്ടു എന്നാണ്. 3 കാലൊടിഞ്ഞ കാളയെ കണ്ടു. കാള എന്ന് പറഞ്ഞാൽ ധർമ്മമാണെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പശുവിൻ്റെ പ്രത്യേകത അതിൻ്റെ ഗോമൂത്രമാണെങ്കിലും ചാണകമാണെങ്കിലും ഒക്കെ ഭസ്മം ചാണകമല്ലേ. പണ്ട് കാലത്തൊക്കെ ചാണകം കൊണ്ടാണ് മെഴുകുക, വീട് വൃത്തിയാക്കുക, മുറ്റൊക്കെ വൃത്തിയാക്കണം. ഇപ്പം ഓണക്കാലത്തിന് ഇപ്പം കാണാം, എവിടെയാണ് ചാണകം എന്നുള്ളത് അന്വേഷിച്ച് കൊണ്ടുവരും. വേറെ ഏതെങ്കിലും ജന്തുവിൻ്റെ വിസർജ്യം എങ്ങനെ എടുക്കാറുണ്ടോ? നായ നല്ല ജന്തുവാണ്, എടുക്കുക. ആ നെറ്റി ചുടിഞ്ഞു, അതെ തന്നെയാണ് പറയണത്. മനുഷ്യൻ വലിയ ഗെയിമാ, എടുക്കുക. അപ്പം നമ്മളെക്കാൾ അതാണ്. അതുകൊണ്ട് അതൊന്നും അറിയാണ്ട പോകരുത്. അതാണ് പശുവിൻ്റെ പ്രത്യേകത. അതെന്തും അതിൻ്റെ വിസർജ്യ വസ്തു എവിടെ വരെ, ശ്രീലകം വരെ കൊണ്ടുപോകാം, ശുദ്ധം മാറില്ല. അത്രയ്ക്ക് ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വെച്ചതാണ് ഭഗവാന് പേരിടണു. ആദ്യം ബലരാമനെ എടുത്ത് മടിയിൽ വെച്ചു. ബലാധിക്യാത് ബലം വിദുഹു, നല്ല ശക്തിയുള്ളത് കൊണ്ട് ബലൻ, രമിപ്പിക്കുന്നത് കൊണ്ട് രാമൻ എന്ന് പേരിട്ടു. ആ ഉണ്ണിയെ അങ്ങോട്ട് മാറ്റി ഇരുത്തി. കൃഷ്ണനെ എടുത്ത് മടിയിൽ വെച്ചു. ഗർഗാചാര്യർക്ക് ഉണ്ടായ സന്തോഷം ആണ്. ആരാ തൻ്റെ മടിയിൽ? സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടപ്രാങ്കണരിങ്കണലോലമനായാസം പരമായാസം. ആ പരബ്രഹ്മം തൻ്റെ മടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. താനത്ര ഭാഗ്യവാനാണ്. ഈ ഒരു മുഹൂർത്തം ആഗ്രഹിച്ചിട്ടല്ലേ താൻ ഗർഗനായിട്ട് വന്നു തന്നെ. തൻ്റെ ജന്മം സഫലമായി, ഇനിയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ് സമാധിയിൽ. നന്ദഗോപുരം ചോദിച്ചു, പേരിടണ്ടേ? ആ പേരിടണം, പേരിടണം. എന്നാ പേരിടൂ. വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃദ്ഭൂതവൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. 20 മിനിറ്റ്. അപ്പോഴും നന്ദഗോപുരം വിചാരിക്കണത് ഉണ്ണിക്ക് നന്മ ഉണ്ടാവട്ടെ കരുതിയിട്ട് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും മന്ത്രം ജപിക്കുമോ എന്നാണ് വിചാരിച്ചത്. എല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല പേരിടണ്ടേ? ഇതൊക്കെ പേരാണെന്നില്ല, ഏതെങ്കിലും ഒന്നാണ്ട് വിളിച്ചോളൂ. സഹസ്രനാമോ വാനന്ദനാമോ സ്യാത്. ഇയാളുടെ പേരല്ലേ ഈ കാണുന്നതൊക്കെ? ഇവിടെയുള്ള പേരൊക്കെ ആരുടെയാ? ഈ ഭഗവാന്റെ അല്ലേ? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും പേര് വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ വസുദേവർ നന്ദഗോപുരം പറഞ്ഞു, അത് പറ്റില്ല. കാരണം ഇതിലുള്ള ചില പേരൊക്കെ വലിയ പ്രയാസം തന്നെയാണ്. ഇവിടെ ഗോപികൾ എങ്ങനെ അതൊക്കെ വിളിക്കുക? ഭഗവാന്റെ പേരാണ് ഭൂതഭവ്യ ഭവത് പ്രഭു. അങ്ങനെ വിളിക്കുക. രാവിലെ കൃഷ്ണനെ വിളിക്കുക, ഭൂതഭവ്യ ഭവത് പ്രഭു, എണീക്കൂ. അങ്ങനെ വിളിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ ഗോപികൾ സ്കൂളൊന്നും പോയിട്ടില്ല. അങ്ങ് ആ പട്ടണത്തിലുള്ളതുപോലെ ഞങ്ങളെ കണക്കാക്കണ്ട. ഇവർക്കൊന്നും ഉച്ചാരണ ശുദ്ധിയൊന്നുമില്ല, നേരാവണമെന്നും പറയാൻ പറ്റും. അത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ഒന്നും അങ്ങനെ കൃത്യമായിട്ടൊക്കെ ഉച്ചരിക്കാനൊന്നും പറ്റില്ല അവർക്ക്. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത നീട്ടി വിളിക്കാൻ പാകത്തിന് 2 അക്ഷരത്തിലധികമൊന്നും വേണ്ട, വലിയ കുഴപ്പമില്ലാത്തൊരു പേര്. അതിപ്പോൾ ഏത് പേരാടണ്ടു? വീണ്ടും കണ്ണടച്ചു. ഭഗവാനെ, അങ്ങേക്ക് ഞാൻ ഏത് പേരാടേണ്ടത്? ഒരു ക്ലൂ തരുമോ എന്ന് ഭഗവാനോട് തന്നെ. ഭഗവാനൊരു ക്ലൂ കൊടുത്തതാണ്. അദ്ദേഹത്തിന് നീണ്ട താടി, തൻ്റെ മുഖത്തങ്ങനെ വെഞ്ചാമരം പോലെ അങ്ങനെ ഉരയുന്നുണ്ടേ. അപ്പം തൻ്റെ കുഞ്ഞി കൈകൊണ്ട് അതങ്ങോട്ട് വലിച്ചു. കർഷയതീ, ഞെട്ടി ഉണർന്നു വരും ഗർഗൻ. പേര് കിട്ടി. പിടിച്ചു വലിക്കുന്നവൻ, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. അതുകൊണ്ട് കൃഷ്ണ എന്ന് പേരിട്ടു. കറുത്ത നിറമുള്ളത് കൊണ്ടും കൃഷ്ണൻ. കൃഷ് എന്നുള്ള ധാതുവിന് സത്ത് എന്നാണ് അർത്ഥം. എന്നുള്ള അക്ഷരത്തിന് ആനന്ദം എന്നാണ് അർത്ഥം. സത്ത്, ചിത്ത്, ആനന്ദം, സച്ചിദാനന്ദം ബ്രഹ്മ. അങ്ങനെ കൃഷ്ണൻ്റെ പേരിട്ടു. വലിയ സന്തോഷമായി, എല്ലാവർക്കും എളുപ്പത്തിൽ വിളിക്കാൻ പറ്റിയൊരു പേര്. ആ പേര് വിളിച്ചിട്ടാണ് പിന്നെ ഗോപികളൊക്കെ ഭഗവാനെ ആശ്രയിക്കുന്നത്. ഗർഗാചാര്യർക്ക് ദക്ഷിണ കൊടുത്തു, അദ്ദേഹം അനുഗ്രഹിച്ചു. അങ്ങനെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. പിന്നെ ഈ കുട്ടികളുടെ ലീലകൾ വർണ്ണിക്കുകയാണ്. മെല്ലെ മെല്ലെ അവർ കുറച്ച് കഴിഞ്ഞു മുട്ടുകുത്താൻ തുടങ്ങി. കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവോ ജാനുഭ്യാം, ജാനു മുട്ട്, സഹപാണിഭ്യാം കയ്യ്, കയ്യും കാലിൻ്റെ മുട്ടും ചേർത്ത് നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർ മുട്ടുകുത്താൻ തുടങ്ങി.
അവിടെ ഒക്കെ ഉത്സവമാണ്. ഭഗവാൻ കമന്ന് കിടന്ന അത് ഉത്സവമായി. പിന്നെ ജനങ്ങളെ വിളിക്കണു, ഭക്ഷണം കൊടുക്കണു. മുട്ടുകുത്താൻ തുടങ്ങി. അന്ന് കൃഷ്ണൻ മുട്ടുകുത്തിയ ദിവസമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്നും ഉത്സവം. അച്ഛനമ്മമാർക്ക് വലിയ ആഘോഷമാണ് അതൊക്കെ. മുട്ടുകുത്തിപ്പോയി അടുത്തുള്ള വീടുകളുടെ മുന്നിലൊക്കെ പോയിരിക്കും. എന്നാൽ അവർക്കൊക്കെ വിഷമമുണ്ടോ? അവർക്ക് സന്തോഷമുള്ളൂ. അവർ മാറി നിന്ന് ഫോട്ടോ എടുക്കും. കൃഷ്ണൻ വന്ന ദിവസമാണ്. നമ്മുടെ വീടിനൊന്ന് ഭംഗി കൂടിയ പോലെ. അയ്യസബലമുരാരേ പാണിജാനുപ്രചാരൈഹി കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ. ഈ രണ്ട് കുട്ടികൾ അങ്ങനെ നടന്നു പോയിട്ട് വീടിൻ്റെ മുറ്റത്തങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ വീടിന് ഭംഗി കൂടി. കുറച്ചുകൂടി കഴിഞ്ഞു പലതരത്തിലുള്ള വികൃതികൾ. എണീക്കാൻ പഠിച്ചു, നിൽക്കാൻ പഠിച്ചു, ഓടാൻ പഠിച്ചു. അതെങ്ങനെ? അടുത്തുള്ള പശുക്കുട്ടി വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ തല പോയി പിടിക്കും. അത് കുടിച്ചങ്ങോട്ട് പൊന്തിയാൽ കൂടെ അങ്ങോട്ട് നിൽക്കും. അങ്ങനെ നിൽക്കാൻ പഠിച്ചു. ഓടാൻ പഠിച്ചത് പശുക്കുട്ടിയുടെ വാല് പിടിക്കും. അത് അമ്മ പശുവിൻ്റെ പിന്നാലെ ഓടുമ്പോൾ പിന്നെ അങ്ങനെ വാല് പിടിച്ച് ഓടാൻ പഠിച്ചു, ചാടാൻ പഠിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പം കക്കാൻ പഠിച്ചു. സംശയം. രാവിലെ ആയ ഗോപികളൊക്കെ യശോദയുടെ മുറ്റത്താ. അവർ പരാതി പറയാണ്. സ്വതവേ ഒരാൾ കഥ പറയും, 100 പേര് കേൾക്കുക. അങ്ങനെ പതിവ്. ഇവിടെ തിരിച്ച 100 പേര് പറയും, കേൾക്കാൻ യശോദയുള്ളൂ, ഒരാൾ കേൾക്കാൻ. എന്താ ഗോപികൾ പറയണത്? വത്സാൻ മുഞ്ചൻ കൊജിതസമയേ. ഗോപി, യശോദ നിനക്കറിയില്ലേ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാ? പാലും തൈരൊക്കെ വിട്ടിട്ടല്ലേ? അസമയത്ത് വന്ന് നിൻ്റെ മകൻ പശുക്കുട്ടിയെ അഴിച്ചു വിട്ടു. എന്താ ഉണ്ടാവുക? രാവിലെ ഞങ്ങൾ ബക്കറ്റുമായിട്ട് പോയി, പാലൊന്നുമില്ല. ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ചിരി കേട്ടു. നോക്കുമ്പോൾ ആരാ? ഇവനാ. വത്സാൻ മുഞ്ചൻ കൊരിതസമയേ. എന്തിനാ പശുക്കുട്ടിയൊക്കെ അഴിച്ചു വിട്ടത്? എന്തിനാ കൃഷ്ണൻ നീ പശുക്കുട്ടി എങ്ങനെ അഴിച്ചു വിടുന്നത്? ഭഗവാൻ പറഞ്ഞു, അമ്മ അവിടെ അവതരിച്ച് തന്നെ എല്ലാവരും അഴിച്ചു വിടാനാണ്. ആരും കെട്ടിൽപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല. കാരുണ്യം. ഇങ്ങനെ എല്ലാവരും ബന്ധനത്തെപ്പെട്ട് കിടന്നാൽ എങ്ങനെയാണ്? മുക്തി കൊടുക്കാൻ ഞാൻ വന്നു തന്നെ. അത് തുടക്കം പശുക്കുട്ടിയിൽ നിന്നാവാൻ വിചാരിച്ചു. അവിടേക്ക് എത്തും, മനുഷ്യരിലേക്ക് എത്തും അധികം വൈകാതെ. അത് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കുക അല്ലേ? അങ്ങനെ മെല്ലെ 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 എത്തും. എന്നാൽ ഈ അസമയത്ത് വേണോ, അസമയമാണോ, സമയമാണോ എന്ന് ആരാ തീരുമാനിക്കുക? അതാരാ തീരുമാനിക്കുക? നമ്മൾ അകാലത്തിൽ പൊലിഞ്ഞു പോയി എന്നൊക്കെ പറയും. അത് ഭഗവാൻ തീരുമാനിക്കും. കാലമാണോ അകാലമാണോ നമുക്കറിയില്ല. ഒരു ജീവൻ്റെ പ്രാരബ്ധം എപ്പോഴാണ് കഴിയുക എന്നുള്ളത് ഭഗവാനല്ലേ അറിയാം. സമയം കഴിഞ്ഞാൽ ഞാൻ അഴിച്ചുവിടും. വത്സാൻ മുഞ്ചൻ കൊരിത സമയേ ക്രോശസഞ്ജാതഹാസഹാസ്തേയം. നീ കക്കുകയാണോ ചോദിച്ചാൽ എങ്ങനെയാ കക്കുക എന്ന് പറയാം? നമ്മുടെ അല്ലാത്തൊരു സാധനം എടുക്കുമ്പോഴേ കക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. ഭഗവാൻ ഇപ്പം എന്താ എടുത്തത്? ഭഗവാന്റെ അല്ലാത്ത എന്താ ഉള്ളത്? വെണ്ണിമ്പാലൊക്കെ കട്ടു പറയാൻ പറ്റുമോ? വെണ്ണിമ്പാലൊക്കെ വാസ്തവത്തിൽ ആരെൻ്റെയാ? ആരാ ശരിക്കും കേട്ടത്? ശരിക്കും നമ്മളാ കേട്ടത്. പിന്നെ ഭഗവാനെ കള്ളന്ന് വിളിക്കുകയാണ്. ഭഗവാന്റെ ആണെല്ലാം. ഈശാവാസ്യമിതം സർവം. എന്നിട്ട് നമ്മൾ കട്ടു വെച്ചു. എന്നിട്ട് അത് പോകുമ്പം കൃഷ്ണൻ കൊണ്ടുപോയി, എൻ്റേത് കൊണ്ടുപോയി. എൻ്റേതല്ല, ഭഗവാന്റെ ആണത്. ഭഗവാൻ അവിടെ വെച്ച് പോയപ്പോൾ നമ്മളെടുത്തു എൻ്റെന്ന് പറഞ്ഞിട്ട്. ഭഗവാനത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഭഗവാനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാണ്? എന്തിനാ എൻ്റെന്ന് വിചാരിച്ചു? അതല്ലേ നമ്മൾ ചെയ്ത് തെറ്റ്. അതങ്ങോട്ട് ഒഴിവാക്കൂ. ആ തെറ്റ് തിരുത്തൂ. അതാണ് ഏറ്റവും വലിയ പാപം. എൻ്റെന്ന് വിചാരിക്കലാണ് പാപം. അത് ഒഴിവാക്കൂ. ഭഗവാന്റെ എന്ന് വിചാരിച്ചാൽ മതി. ഇന്നൊരു ദുഃഖം പടില്ല. വത്സാൻ മുഞ്ചൻ കൊരിത സമയേ ക്രോശസഞ്ജാതഹാസഹാസ്തേയം സ്വാദു അത്തി അധതിഭയ കൽപ്പിതൈസ്തേയയോഗൈ. പുതിയൊരു യോഗം, സ്തേയയോഗം. കർമ്മയോഗം, ധ്യാനയോഗം, അങ്ങനെ കണ്ടൽ. ജ്ഞാനയോഗം, സ്തേയയോഗം. കളവ് തന്നെ ഒരു യോഗം. കളവിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ കള്ളൻ. വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ചതുകൂലചോരം അനേക ജന്മാർജിത പാപചോരം. ചോരാഗ്രഗണ്യം, ചോരന്മാരുടെ ചക്രവർത്തി. ചോരാഗ്രഗണ്യം തമഹം ഭജാമി. കാരണം ഈ കളവ് നല്ല കളവാണ്. നമുക്കൊക്കെ കള്ളന്മാരെങ്ങനെയാണ് കാണുന്നത്? നമുക്ക് വേണ്ടതാ കട്ടുകൊണ്ടുപോലെ. നമുക്ക് വളരെ വിലപിടിപ്പുള്ള സാധനം, വളരെ ഇഷ്ടപ്പെട്ട സാധനം അവരൊന്നും ചെയ്യും, കട്ടുകൊണ്ടുപോകും. നമുക്ക് വേണ്ടാത്തത് കട്ടുകൊണ്ടുപോകും. എത്ര നന്നായി. അതാണ് ഭഗവാന്റെ പ്രത്യേകത. എന്താ കക്കണത്? അനേക ജന്മാർജിത പാപചോരം. നമ്മുടെ ഉള്ളിലുള്ള അനേക ജന്മങ്ങളിലായിട്ട് നമ്മൾ ശേഖരിച്ച് വെച്ച പാപമുണ്ടല്ലോ, ദുഃഖം, അതാര് കൊണ്ടുപോകും? ഭഗവാൻ അങ്ങോട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകും. നമ്മളിങ്ങനെ ഭാഗവതം കേൾക്കുമ്പോൾ നമ്മുടെ പാപം ഇങ്ങനെ ഭഗവാൻ മോഷ്ടിച്ചു കൊണ്ടുപോകും. നമ്മൾ പറയും എനിക്ക് തോന്നണില്ലല്ലോ. അതന്നെയാണ് മോഷ്ടിച്ചുള്ള തെളിവ്. മോഷ്ടിക്കുമ്പോൾ നമ്മൾ അറിയില്ല. എന്താണ്? അതെ, അറിയില്ല. അപ്പം അറിയാണ്ട് കൊണ്ടുപോകും. അതാണ് കക്ക പറഞ്ഞാൽ. അനേക ജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. കൽപ്പിതൈസ്തേയോഗൈ. കളവ് തന്നെ ഒരു യോഗ ആക്കിക്കൊണ്ട്. മർക്കാൻ ഭോക്ഷ്യൻ. ഇനി അവൻ കഴിക്കാച്ചാൽ കഴിച്ചോട്ടെ യശോദ, ഞങ്ങൾക്ക് പരാതില്ല. ഈ ജന്തുക്കൾക്കൊക്കെ കൊടുക്കണം. വെണ്ണയൊക്കെ എടുത്തിട്ട് കുരങ്ങനെ കൊടുക്കുക.
എന്തിനാ കൃഷ്ണൻ നീ വെണ്ണെടുത്ത് ആ കുരങ്ങനെ കൊടുത്തത്? കൃഷ്ണൻ പറഞ്ഞ അമ്മ അത് അബദ്ധം പറ്റിയതാണ്. ഞാൻ വെണ്ണെടുത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ആ കസേരയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇവളുടെ ഭർത്താവാണ് കരുതിയത്. അതേ ചായ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കസേരയിൽ ഭർത്താവ് ഇരിക്കണം. അപ്പോൾ അബദ്ധം പറ്റിപ്പോയി. ഇവർക്ക് സന്തോഷമാവട്ടെ കരുതി ഭർത്താവിന് കൊടുത്തതാണ്. വായലങ്ങോട്ട് തേച്ച് കൊടുത്തു. പിന്നെ നോക്കുമ്പോഴാണ് കുരങ്ങനെന്ന് പിന്നെ മനസ്സിലായത്. അവൾ പറഞ്ഞു ഇതാണ് ഇവൻ്റെ പ്രശ്നം, കൊടുക്കണേന് കുഴപ്പമില്ല, ജാതി വർത്തമാനമാണ് പറയുക. വേറൊരു ഗോപി പറഞ്ഞു ഇത്രയല്ലേ ഉണ്ടായുള്ളൂ, എന്നോട് പറഞ്ഞത് കേൾക്കണം. ഒരിക്കലും വീട്ടിലേക്ക് വന്നു, വെണ്ണ വെച്ച കലത്തിൽ കൈയിട്ടു. ഞാൻ വാതിലും കണ്ട് തുറന്ന സമയത്ത് എന്നോട് ചോദിക്കുക നീ ആരാന്ന്. എൻ്റെ വീട്ടിൽ വന്ന് കട്ടതും പോരാ, വാതിൽ തുറന്നപ്പോൾ ചോദിക്കുകയാണ് നീ ആരാ. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കട്ടെ, നീ പറയും നീ ആരാന്ന്. എനിക്കറിയാണ്ടല്ല യശോദേ, അവനെ ആർക്കാ അറിയാത്തത്. എന്നാലും ചോദിച്ചു, എന്താ ഉത്തരം പറയാമെന്ന് കേൾക്കാൻ. കസ്ത്വം ബാല, നീ ആരാ? ഉത്തരം പറഞ്ഞത് എന്താണെന്നറിയോ? ബലാനുജഹ, ഞാൻ ബലരാമൻ്റെ അനിയനാണ്. കൃഷ്ണനെന്ന് പറഞ്ഞൂടെ? അത് പറയില്ല, കാരണം നല്ല പേരില്ല, അതുകൊണ്ട് അത് പറയില്ല. എപ്പോഴും പറയാം ബലരാമൻ്റെ അനിയൻ. ബലരാമൻ നല്ല പേരാ. ആരും ചോദിച്ചാൽ ബലരാമൻ്റെ മിടുക്കൻ, അയാളുടെ അനിയനാ, അപ്പോൾ ഇയാളും മിടുക്കനാവെന്ന് വിചാരിക്കും. ബലാനുജഹ അല്ലെങ്കിൽ രാമാനുജഹ, രാമൻ്റെ അനിയൻ. ആരാ രാമൻ? എൻ്റെ ഏട്ടൻ. എന്നാലും താൻ ആരാന്ന് പറയില്ല. ബലാനുജഹ. അത് മാത്രമല്ല, എന്തിനാ അപ്പം ബലാനുജഹ എന്ന് പറഞ്ഞത്? നിൻ്റെ വീട്ടിൽ കയറി എന്നും പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു വയ്ക്കാൻ പുറപ്പെട്ടാൽ എനിക്ക് ചോദിക്കാൻ ആരുണ്ട്? എനിക്കൊരു ഏട്ടൻ കേട്ടോ. എന്നാൽ രാമാനുജഹ എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ ബലൻ എന്ന് പറഞ്ഞത്? എൻ്റെ ഏട്ടൻ ചില്ലറക്കാരനല്ല, നല്ല ബലമുള്ള ആളാണ്, നല്ല ജിമ്മനാണ് ആള്. നീ എന്നെ പിടിച്ചു വെച്ച തലയ്ക്ക് വീടും ഏട്ടൻ വന്നിട്ട്, അതുകൊണ്ട് എന്നെ തൊടണ്ട, വിട്ടേക്കെന്ന് കാണിക്കാനാണ്. ബലാനുജഹ കിമിഹത്തെ, സമ്മതിച്ചു നീ ബലരാമൻ്റെ അനിയനാവട്ടെ, എന്തിനപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നത്? അപ്പം ഭഗവാൻ ചുറ്റും നോക്കിയിട്ട് ഓ സോറി കേട്ടോ, ഞാൻ എൻ്റെ വീടാന്ന് കരുതി, ക്ഷമിക്കണേ. എൻ്റെ വീട് ഇതേ പെയിൻറ്റാണ്, ഇതേപോലൊരു മേശ എൻ്റെ വീട്ടിലും ഉണ്ട്. ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ എൻ്റെ വീടാന്ന് കരുതി പെട്ടെന്ന് കയറിയതാ എന്ന് പറഞ്ഞ് നല്ല എണീക്കാൻ പുറപ്പെട്ട വീട് പറഞ്ഞത് അവിടെ നിൽക്ക്, അങ്ങനെ പോകല്ലേ. സമ്മതിച്ചു, നിൻ്റെ വീടാന്ന് കരുതി കയറി. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പോൾ ഫ്ലാറ്റൊക്കെ കണ്ടില്ലേ, ലിഫ്റ്റൊന്നും മാറിയപ്പോൾ കഴിഞ്ഞില്ലേ. നമ്മൾ 5-ാം നിലയ്ക്കുള്ള 4-ാം നിലത്തിൽ പോയാൽ 2 പ്രാവശ്യം എനിക്ക് തന്നെ പറ്റില്ല. പിന്നെ ചെരുപ്പ് കണ്ടപ്പോൾ അല്ലാതെ നമുക്ക് പരിചയമില്ലാത്തവർക്ക് ഇപ്പം അങ്ങനെയൊക്കെ പറ്റുമ്പോൾ നമുക്ക് വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. അപ്പം അങ്ങനെ സംഭവിക്കാം. ഒരേപോലത്തെ സമ്പ്രദായമാകുമ്പോഴേ ചിലപ്പോൾ തെറ്റിപ്പോവും. ചെറിയ കുട്ടിയല്ലേ, അപ്പം മാറിക്കേറിയതാവും, സംഭവിക്കാം. മന്മന്ദിരാശങ്കയായുക്തം തത്, അത് സംഭവിച്ചു. നവനീത ഭാണ്ഡ വിവരൈഹർ അസ്തം കിമർത്ഥം ന്യസേത്. എന്താ ഈ വെണ്ണ വെച്ച കലത്തിൽ കൈയിട്ടത്? കയ്യെപ്പോഴും വെണ്ണ വെച്ച കലത്തിൽ ഇങ്ങനെ ഇട്ട് നിൽക്കുകയാണ്. അത് കേട്ടപ്പം കൃഷ്ണൻ പറഞ്ഞു അതെന്താണെന്നറിയോ, അമ്മ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ വീട്ടിലൊരു പശുക്കുട്ടി ഉണ്ട്, ചെറിയൊരു പശുക്കുട്ടി, വെളുത്ത പശുക്കുട്ടി. അതിനെ കാണാനില്ല. അമ്മയ്ക്ക് ആകെ സങ്കടം. ഞാൻ പുറത്തിറങ്ങുമ്പോൾ പറയും, കൃഷ്ണ നീ മനസ്സിൽ വെക്കണേ, നമ്മളെ പശുക്കുട്ടിയെ കാണാനില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിങ്ങനെ പറയാറുണ്ട്. ഞാൻ ഈ വഴിക്ക് പോയപ്പം ഈ കലത്തുനിന്ന് വെളുത്തൊരു സാധനം കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി, ഇനിയിപ്പോൾ ആ പശുക്കുട്ടിയാണോ? അങ്ങനെ നോക്കിയതാണ്. അപ്പം ആ ഗോപി ചോദിച്ചു, പിന്നെ വലിയ പശുക്കുട്ടി ചെറിയ കാലത്തിലിരിക്കുകയല്ലേ, വലിയ പശുക്കുട്ടി ചെറിയ കാലത്തിൽ. കൃഷ്ണൻ പറഞ്ഞു, വലിയ പശുക്കുട്ടി എന്തായാലും ചെറിയ കാലത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്കും അറിയാം, പക്ഷെ നിങ്ങൾ അമ്മയോട് പറയാറില്ലേ കുന്തം പോയാൽ യശോദേ കുടത്തിലും തപ്പണമെന്ന് നിങ്ങളല്ലേ പറയാറ്. അപ്പോഴും കുറ്റം ഇവർക്കാണ്. ഇതാണ് അവൻ്റെ വർത്തമാനം. വത്സാൻ മുഞ്ചൻ കുരുത സമയേ ക്രോശസഞ്ജാത സഹാസ്തേയം സ്വാദു അത്തി അഥ ദധിപയ കൽപ്പിതൈസ്തേയോഗൈ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേത് നാത്തി. ഇനി അഥവാ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ലെങ്കിൽ കൃഷ്ണൻ വരേണ്ടത് മനസ്സിലാക്കിയിട്ട് ഒരു പാത്രം മാത്രം വയ്ക്കും. ഇന്ന് വന്നിട്ട് കൃഷ്ണൻ വന്നിട്ട് ലിഭിനായിട്ട് പോകണം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പാത്രം മാത്രം അവിടെ വെച്ചാൽ ചിലർ വെള്ളം നിറച്ച് വയ്ക്കും. കൃഷ്ണൻ കഷ്ടപ്പെട്ട് കയറി നോക്കുമ്പോഴാവും മനസ്സിലാവുക വെള്ളമാണ്. അങ്ങനെ വല്ലതും കണ്ടാൽ പിന്നെ അവിടെയുള്ള സകല പാത്രങ്ങൾ ഉടച്ചിട്ട് ആര് പോവുള്ളൂ? ഇവൻ പോവുള്ളൂ. നാത്തി ഭാണ്ഡം ഭിനത്തി. യശോദ വീട്ടിൽ 10 കലം കൃഷ്ണൻ ഉടച്ചു. എൻ്റെ വീട്ടിൽ 24 എണ്ണം ഇന്നലെ എന്ന് പറയുമ്പോൾ യശോദ പറയും, എന്നാൽ എണ്ണം പറഞ്ഞാൽ മതി, ഇനി ഉടച്ചു ഒന്നും ഇങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പറയുന്നതും അത്രയ്ക്ക് സ്വർണത്തിൻ്റെ കലം അങ്ങോട്ട് കൊടുക്കുകയാണ്. സ്വർണത്തിൻ്റെ കലം വാങ്ങി പോകുമ്പോൾ അവർക്ക് വിഷമം, എന്ത് ഇനി കൃഷ്ണൻ വരില്ലേ, ഞങ്ങൾ വന്ന് യശോദയെ പറ്റിച്ച് പോവാന്ന് വിചാരിക്കുമോ? കൃഷ്ണനെ നോക്കുകയാണ്. കൃഷ്ണൻ പറയും, പേടിക്കണ്ട, പോയിക്കോളൂ, ഞാൻ വരും, നിങ്ങൾക്ക് ഉള്ള ദാരിദ്ര്യം ഞാൻ മനസ്സിലാക്കിയിട്ടാ. ഇപ്പോൾ സ്വർണത്തിൻ്റെ കലം കിട്ടിയില്ലേ, സന്തോഷമായില്ലേ? ഇതാണ് ഭഗവാന്റെ ഭാവം. നാത്തി ഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹകുപിതോ യാത്യുപക്രോശ്യതോകാൻ.
ഒരു വീട്ടിൽ വന്നിട്ട് വാശിക്കാരനായിട്ടുള്ള കുട്ടി, യശോദ നിനക്കറിയില്ല എൻ്റെ മകൻ്റെ വാശി, അതിനൊന്ന് ഉറക്കാൻ വേണ്ടി രാത്രി 12 മണിയാകുമ്പോൾ അതൊന്ന് കഷ്ടിച്ചൊന്ന് കണ്ണടച്ചത്. 1 മണിയായപ്പോഴേക്കും കൃഷ്ണൻ വീട്ടിലെത്തി. എന്നിട്ടോ അതിൻ്റെ തുടക്കൊരു നുള്ളങ്ങട് കൊടുത്ത് പോയി. പിന്നെ 7:15 വരെ രാവിലെ ഇതിങ്ങനെ കീപേന്ന് പറഞ്ഞ് ഇപ്പോൾ ഉറക്കി വരിക. 6 മാസം കുട്ടി എന്ത് തെറ്റ് ചെയ്തു അതിനെ വന്ന് ദ്രോഹിക്കാൻ? ഞങ്ങളെയൊക്കെ ദ്രോഹിക്കാൻ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ കയ്യിലുണ്ടെന്ന് കൂട്ടാം. ഇപ്പം ഉണ്ടായ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? യശോദ ചോദിച്ചു, കൃഷ്ണ ഈ ഉണ്ടായ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? കൃഷ്ണൻ പറഞ്ഞു, ജനിച്ചില്ലേ, തെറ്റാണ്. ഇവിടെ ജനിച്ചാൽ തന്നെ തെറ്റാണ്. കഴിഞ്ഞ ജന്മം നല്ലപോലെ ജീവിക്കുകയായിരുന്നെങ്കിൽ ജന്മം ഉണ്ടാവില്ലായിരുന്നു. മുക്തനായില്ലല്ലോ. നുള്ളിയത് എന്തിനാച്ചാൽ കഴിഞ്ഞ ജന്മം അങ്ങനെ വേസ്റ്റാക്കി. ഈ ജന്മത്തിൽ സപ്താഹളതിക്കൽ പോയിരിക്കുക, ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ഇതോടുകൂടി തീർത്തോളാം കേട്ടോ എന്ന് കാണിക്കാനാണ് ഒരു നുള്ളങ്ങട് കൊടുത്തത്. നമുക്കങ്ങനെ നുള്ളു കിട്ടുമ്പോൾ വന്നിരിക്കുക. അല്ലാണ്ട് വന്നിരുന്നു വെച്ചാൽ നുള്ളു കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ അറിയണ്ട, എപ്പോഴോ കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഇല്ല. യാത്യുപക്രോശ്യതോകാൻ. ഇനി ദൂരത്തെങ്ങാനും മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല യശോദെ. പീഠകോലൂഖലാദ്യൈഹി. അവിടെ വലിയൊരു മേശ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ ഉരൽ വെച്ച് അതിൻ്റെ മുകളിൽ പീഠം വെച്ച് അതിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെ എന്ത് ചെയ്യും? ഇയാളെടുക്കും. യശോദ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇരുട്ട് മുറി കൊണ്ടുവയ്ക്കുക. കുട്ടികൾക്ക് ഇരുട്ട് പേടിയാണ്, ഇവന് പേടിയൊന്നുമില്ല. കൃഷ്ണനെ പേടിച്ചിട്ടാണ് ഇവിടെ കാലം സഞ്ചരിക്കുന്നത്. ആ ഭഗവാൻ ഇരുട്ട് പേടിയാണ്. ഞങ്ങളങ്ങനെ ഇരുട്ടുമുറി കൊണ്ടുവച്ചു. എൻ്റെ വീട്ടിലൊരു മുറിയുണ്ട്, ഇരുട്ടുമുറി. അവിടെ ആരും പോകാറില്ല. അവിടുത്തെ മുത്തശ്ശിയും പരിച്ചാഴി മാത്രമേ പോകുള്ളൂ. അങ്ങനത്തെ ഒരു മുറിയാണ്. ആ മുറിയിൽ കൊണ്ടുവച്ചിട്ടും ഇവനെടുത്തു വെണ്ണ. കാരണം ഇവന് കഴുത്തിലൊരു രത്നം ജന്മനുണ്ടേ, അത് രാത്രി അങ്ങോട്ട് പ്രകാശിക്കും. പിന്നെ അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എവിടെയാ വെണ്ണാന്ന് കണ്ടുപിടിക്കാൻ. ആ രത്നത്തിൻ്റെ പ്രത്യേകതയല്ല, ഭഗവാൻ സർവജ്ഞനാണ്. നമ്മളുടെയൊക്കെ മനസ്സിലെന്താ ഉള്ളത് നമുക്കറിയണേക്കാൾ കൂടുതൽ ആർക്കറിയാം. അങ്ങനെയുള്ള ഭഗവാനെ ലേശം വെണ്ണ വെച്ചത് കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട്? ഈ വെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച അവസാനം യശോദയ്ക്ക് തന്നെ മറന്നു പോകും എവിടെയാണ് വെച്ചതെന്ന്. എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി വെണ്ണ അന്വേഷിക്കുമ്പോൾ ഇത് എവിടെയാണ് വെച്ചത്? നന്ദഗോപുരമൊക്കെ ഉണ്ണായിരിക്കുമ്പോൾ വെണ്ണ നോക്കുമ്പോൾ കാണില്ല, എവിടെ ഇപ്പോൾ ഇത് വെച്ചു. സാധനം കൃഷ്ണൻ പറയും, ആ പുളി വെച്ച പാത്രത്തിൻ്റെ പിന്നിലുണ്ട് അമ്മേ, അത് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. അതാണ് വിഷയം. ധ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം കാലേ ഗോപ്യോ യർഹി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്താ. അവസാനം ഈ 2 കുട്ടികളെ നോക്കാൻ തന്നെ അവിടെയുള്ള 2 അമ്മമാർ പോരാന്നായി. നന്ദഗോപുര പരസ്യം കൊടുത്തു, കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം. പിറ്റേത് ധാരാളം ഗോപസ്ത്രീകൾ. അവിടെയുള്ള ഗോപസ്ത്രീകളൊക്കെ വീട്ടിലുണ്ട്, ഒക്കത്ത് കുട്ടിയുണ്ട്, അവർക്കുമുണ്ട് കുട്ടി. അല്ലതിങ്ങനെ എല്ലാവരും കൂടി വന്നാൽ എങ്ങനെയാണ്? ഈ കുട്ടിയും കൊണ്ടിട്ട് വന്നാൽ കുഴപ്പമില്ല, ഞങ്ങളെ കുട്ടിയെ നോക്കാം, അതിന് നോക്കാം, കുഴപ്പമില്ല. ശരി, അങ്ങനെ ആവട്ടെ. അങ്ങനെയാണ് 32 പേര് കുട്ടികൾ കൃഷ്ണൻ്റെ സമപ്രായക്കാരായിട്ട് അവിടെ കളിക്കാൻ പാകത്തിന്. ഇത്രയൊക്കെ ഗോപികളുണ്ടായിട്ടും ഭഗവാനെ നോക്കാൻ സാധിക്കുന്നില്ല എന്ന്. വേറൊരു ഗോപി പറഞ്ഞു, ഇവൻ്റെ എനിക്കറിയില്ല യശോദ, ഞാനും എൻ്റെ അമ്മായിയും തമ്മിൽ അല്ലെങ്കിലേ വലിയ സുഖത്തിലല്ല. അവിടെയുള്ള വെണ്ണയും പാലും ഇങ്ങനെ കുറഞ്ഞു വരിക, ഇവളാഞ്ച് തടി കൂടി വരിക. അമ്മായിമ്മയുടെ വിചാരം ഇവളെടുത്ത് കഴിക്കുക എന്നാണ് വെണ്ണയും പാലും. എന്നിട്ട് അത് തടിക്കണമെന്നാണ് അമ്മായിമ്മയുടെ ധാരണ. ഇവൾ തടിക്കുന്നത് വെണ്ണ കഴിച്ചിട്ടല്ല, അവളുടെ ഒരു പ്രകൃതി അങ്ങനെയാണ്. ചിലർ കഴിച്ചിട്ടാവില്ല തടിക്കുക, അല്ലാണ്ട് തടിക്കുന്നവരുണ്ട്. ചിലർ കഴിച്ചാൽ തടിക്കൂല, അങ്ങനെയുണ്ട്. ചിലർ തടി കണ്ട് നമ്മൾ കഴിക്കും 10-30 ഇഡ്ഡലിയൊക്കെ കഴിക്കും, ഒരു കഷ്ണം ഇഡ്ഡലിയൊക്കെ കഴിക്കുള്ളൂ. എന്നിട്ടും ഇങ്ങനെ തടി കൂടി വരും. അത് ചിലരുടെ പ്രകൃതമാണ്. ചിലർ 8-10 കുറ്റി പുട്ട് കഴിച്ചാലും മീറ്ററിൽ കാണിക്കാത്തവരുണ്ട്. അവരിങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവളെന്താ വെച്ചാൽ കഴിച്ചിട്ടല്ല, പക്ഷേ അവിടെ വെണ്ണയും പാലും തീരുമ്പം അമ്മായിമ്മ വിചാരിക്കുന്നത് ഇവൾ കഴിക്കുകയാണ്. ഇവൾ വിചാരിച്ചു ഒന്ന് കാണിച്ചു കൊടുക്കണം. കൃഷ്ണൻ വരും, പിടിച്ചു വയ്ക്കും. എന്നിട്ടോ അമ്മായിമ്മ വരുമ്പോൾ കാണിച്ചു കൊടുക്കും, വെണ്ണയും പാലും തീരണത് എങ്ങനെയാണെന്ന് കാണട്ടെ. അങ്ങനെ ഇരിക്കുമ്പം കൃഷ്ണൻ തൻ്റെ കൂട്ടുകാരാദ്യം വരും. അവരെത്തി കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാൽ മാത്രമേ ആര് അവതരിക്കുള്ളൂ, ഭഗവാൻ വരുള്ളൂ. പ്രശ്നമൊന്നുമില്ല, അമ്മായിമ്മ കുളിക്കാൻ പോയതാണ്. ആ നേരം നോക്കിയിട്ട് കൃഷ്ണൻ നേരെ മുത്തശ്ശി കുളിക്കാൻ പോയതല്ലേ, എന്തായാലും നമുക്ക് ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് കുട്ടികളൊക്കെ എത്തി ഉറിയിൽ കെട്ടി തൂക്കി വെച്ചതാണ്. ആ ഗോപി ഒളിച്ചിരിക്കുന്നുണ്ട്, കൃഷ്ണൻ വരുന്നത് വരെ കാണട്ടെ കരുതി കാത്തിരിക്കുകയാണ്. ആദ്യം കൃഷ്ണൻ നോക്കി കൂട്ടത്തിലുള്ള ഏറ്റവും ബലമുള്ള ഒരാളെ പിടിച്ച് താഴത്തങ്ങോട്ട് നിർത്തും, അടിത്തറ കേമാവണേ. അയാളെ മുട്ടുകുത്തി അങ്ങോട്ട് നിൽക്കും. അതിൻ്റെ പുറത്തടുത്താൾ, അതിൻ്റെ പുറത്തടുത്താൾ, അതിൻ്റെ പുറത്തടുത്താൾ. ഏറ്റവും മുകളിൽ കൃഷ്ണൻ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ചാടിക്കയറി തൻ്റെ ഓടക്കോട് കൊണ്ട് ഒരു അടി കണ്ട് അടിച്ചാൽ കൃത്യം പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ അതിന്ന് അങ്ങനെ പാലിങ്ങനെ താഴത്തേക്ക് വരും. അത് താൻ വായ തുറന്ന് അങ്ങനെ കള എന്ന് പറഞ്ഞ് കുടിക്കും. തനിക്ക് മതിയായ മാറി കൊടുത്ത് താഴത്തുള്ള ആൾക്ക് കുടിക്കാം. അങ്ങനെ കൃഷ്ണൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഗോപസ്ത്രീ വാതിലങ്ങോട്ട് തുറന്നതും താഴത്തുള്ള കുട്ടി ഈ ഗോപസ്ത്രീയുടെ മകനാണ്. അമ്മ വന്നു പറഞ്ഞ് അവനങ്ങോട്ട് ഓടി. പിന്നെ പറയണ്ടല്ലോ, ബാക്കിയുള്ളവർ പട്ട എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇങ്ങോട്ട് വീണു. കൃഷ്ണൻ മുകളിലേക്കാണ് ചാടിയത്. മുറി പിടിച്ച ആടുകയാണ് കൃഷ്ണൻ.
കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു, കൃഷ്ണൻ രക്ഷപ്പെട്ടില്ല. ഇവക്ക് പിന്നെ കുട്ടികളൊന്നും വേണമെന്നില്ല, ലീഡറെ കിട്ടിയാൽ മതി, കൃഷ്ണൻ കിട്ടിയാൽ മതി. അവൾ നല്ല വാതിലങ്ങോട്ട് ചാരി കൃഷ്ണൻ്റെ 2 കൈയും പിടിച്ച് താഴ്ത്ത് നിർത്തി, നിന്നെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും, അമ്മ വരട്ടെ. നമുക്ക് എത്ര പറയാനും വിശ്വാസമാകില്ല, എന്നും നിന്നെ കാണുമ്പോൾ മനസ്സിലാവും. കൃഷ്ണൻ പറഞ്ഞു, നീ വേണേൽ 2 തല്ലിക്കോ, എന്നാലും കുഴപ്പമില്ല. ആ മുത്തശ്ശിയോട് പറയല്ലേ, ആ മുത്തശ്ശിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായം, ഇനി ഇതില്ലാണ്ടിയാക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവള് വിട്ടില്ല. അവസാനം വിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ വായിലുള്ള പാല് ഇവളുടെ മുഖത്തേക്ക് ഇങ്ങോട്ട് തുപ്പി. ഇവളാകെ പാലിന് കുളിച്ചും കൊണ്ട് കൈ അങ്ങോട്ട് വിട്ടു. ഭഗവാൻ അങ്ങോട്ട് ഓടിപ്പോയി. ഇവള് പിന്നാലെ വാതിൽ തുറന്ന് അങ്ങോട്ട് ഓടുമ്പം കൃഷ്ണനെ കാണുന്നില്ല. അവിടെ കാണുന്നത് അമ്മായിമ്മ കുളി കഴിഞ്ഞ് വരിക. അമ്മായിമ്മ നോക്കുമ്പോൾ ഇവളിങ്ങനെ പാലിൽ കുളിച്ച് നടക്കുകയാണ് പെരക്കി ചുറ്റും. അമ്മായിമ്മ പറയണം, എനിക്ക് ഇത്രയും കാലം സത്യം പറയാം സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും കാലം സംശയം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉറപ്പായി. ഞാൻ കുളിക്കാൻ പോയ സമയം നോക്കിയെടുത്ത് കമഴ്ത്തുകാരെന്ന് പറഞ്ഞ് വീണ്ടും യശോദ പ്രശ്നമാണ് ഉണ്ടായത്. ഇതാണ് അവളുടെ പരാതി. വേറൊരു ഗോപി പറഞ്ഞു, നിനക്കറിയില്ലേ, ഞാൻ ആ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി വീട്ടിലേക്ക് പോകാറില്ല, പ്രായമുള്ള അച്ഛനാണ്, വയ്യാണ്ടി, ഇവിടുത്തെ ഓരോ തിരക്കൊണ്ട് പോകാൻ സമയം കിട്ടാറില്ല. എന്തായാലും കുറേ കാലത്തിന് ശേഷം പോകുമല്ലേ കരുതി കുറച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി. ആ അപ്പത്തിൻ്റെ വാസന, നെയ്യപ്പത്തിൻ്റെ വാസന. കുട്ടികൾ പറഞ്ഞു, നെയ്യപ്പാണ് തോന്നുന്നുണ്ട് കൃഷ്ണ, പോയി ചോദിക്കൂ, എന്തെങ്കിലും കിട്ടും, വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട, 4-5 വാങ്ങിയാൽ മതി, നമുക്ക് കഷ്ണം മുറിച്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇവർ പോയിട്ട് ചോദിച്ചു, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ലേശം ഒരു 4 അപ്പം ഞങ്ങൾക്ക് തരുമോ ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു, നിങ്ങൾക്കുള്ളതൊന്നല്ല, ഇതെൻ്റെ അച്ഛനുള്ളതാ എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണനടുത്ത് വന്ന് പറഞ്ഞു, ആ ഗോപി പറഞ്ഞത് അവളുടെ അച്ഛൻ, അവളെ അച്ഛൻ നമുക്ക് നേരെയാക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ആ ഗോപി അപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു, അതൊക്കെ ബിഗ് ഷോപ്പറിൽ വെച്ചു. അങ്ങനെ പാലൊക്കെ നേരെയാക്കി അത് തൂക്കാത്രത്തിൽ അടച്ചു വെച്ചു. ഒന്ന് കുളിച്ചിട്ട് പോവാം എന്ന് കരുതി കുളിക്കാൻ അങ്ങോട്ട് പുറപ്പെട്ടതാണ്. അപ്പോഴേക്കും കൃഷ്ണനും കൂട്ടുകാരും വന്നു. അപ്പം അങ്ങനെ എടുത്ത് കഴിച്ച് പിന്നെ ഒന്നും ബാക്കിയില്ല. 2 വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ പിന്നെ സ്വാദുകൊണ്ട് അങ്ങനെ കഴിച്ച് പിന്നെ ഒന്നുമില്ല. നല്ല ദാഹം തോന്നിയപ്പോൾ പാൽ കൊടുത്ത് കുടിച്ചു. പിന്നെ പാത്രം ഇങ്ങനെ ഇവിടെ വെച്ചാൽ അവൾക്ക് വിഷമാവില്ല, എന്തെങ്കിലും നിറച്ച് വെക്കേണ്ട കരുതി മുറ്റത്തേക്ക് നോക്കിയപ്പം ശിവരാത്രിക്ക് ഭസ്മം ഉണ്ടാക്കാൻ ചാണകുരുട്ടി വെച്ചിട്ടുണ്ട്, പാക, അതൊക്കെ എടുത്ത് ഇതിൽ നിറച്ചു. തൂക്കാത്രത്തിലൊന്നുമില്ലല്ലോ, പാല് കുടിച്ചില്ലേ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ആ ഗോശാലയിൽ ഷറോ അതങ്ങോട്ട് കൊണ്ടുവച്ചു, അത് നിറച്ച് അവിടെ എടുത്ത് വെച്ചു. ബിഗ് ഷോപ്പർ അങ്ങനെ തന്നെ. അവർ പോയി. തിരിച്ചു വന്ന ഗോപസ്ഥരെ നോക്കുമ്പോൾ ഭാഗ്യം കൃഷ്ണനൊന്നും വന്നില്ല കേട്ടോ. അവിടെ തന്നെ ഉണ്ട്. പാത്രമൊക്കെ എടുത്ത് പൊന്തിച്ചപ്പോൾ കനമൊക്കെ ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. തോളിൽ വെച്ചങ്ങോട്ട് കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. 10-18 വർഷമായിട്ട് പോയിട്ടെന്നല്ല, ഇപ്പോഴാണ് പോകുന്നത്. വയ്യാണ്ടിയുണ്ട് അദ്ദേഹം, കിടപ്പില്ല, ഒന്നും കേൾക്കൊന്നുമില്ല, കണ്ണ് കാണില്ല, അങ്ങനെ ചെവി കേൾക്കില്ല, വെടി പൊട്ടിയ എന്താ ഒരു പുക അങ്ങനെ ചോദിക്കും, ഇത്രയേ ഉള്ളൂ. അങ്ങനെ വയ്യാണ്ടിയായിട്ടുണ്ടെന്ന് അർത്ഥം. അവിടെ എത്തി ഇവള്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒക്കെ വിളിച്ചു, കേൾക്കണമൊന്നുമില്ല. അപ്പം കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അപ്പം കേട്ടു. നാട്ടുകാരൊക്കെ കേട്ടു. അവരൊക്കെ മുറ്റത്തിറങ്ങി നിൽക്കുകയാണ്. എന്ത് കിട്ടിയാലായല്ലോ എന്ന് കരുതി അവരൊക്കെ അങ്ങനെ ഇറങ്ങി നിന്നു. മെല്ലെ ഇവള് പാത്രം കണ്ട് തുറന്നപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട്, ചാണകം വാസനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവള് കരുതി ഇവളുടെ കുലത്തിനെ അധിക്ഷേപിച്ചതാ വിചാരിച്ചു. ഇവളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ആൾ ഇടയന്മാരല്ലേ. ഇവള് പറഞ്ഞു, വല്ല തട്ടാനും കല്യാണം കഴിച്ച് കൊടുത്താൽ മതി, സ്വർണ്ണം വാസനിക്കും എന്നൊക്കെ ഇവള് അങ്ങോട്ടും പറയുന്നുണ്ട്. അങ്ങനെ അച്ഛന് അപ്പം വേണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ വായൽ ഈ ചാണകുറൽ ഇങ്ങോട്ട് വെച്ചു. അതങ്ങോട്ട് വായൽ കിട്ടിയത് 18 വർഷമായിട്ട് കിടപ്പിലായി അദ്ദേഹം എണീറ്റു. മോഹമായിട്ട് എണീറ്റല്ല, എണീറ്റു പോയി സ്വാദ് കൊണ്ട് അങ്ങോട്ട് എണീറ്റു. അപ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ടാവുന്ന കരുതി ലേശം പാല് ആ ഗോമൂത്രം അങ്ങോട്ട് കൊടുത്തതും അയാൾ കിടന്നത്. പിന്നെ എണീറ്റില്ല. അതിൻ്റെ ഇടയ്ക്കൊരു എണീക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ വക ചീത്തയാണ്, വലുതാക്കി. അവസാനം നല്ല ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, എന്ന് വന്നത് 14 എന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നമാണ് യശോദ ഉണ്ടായത്. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ വന്ന് 4 എണ്ണേ ചോദിച്ചുള്ളൂ, നീ 300 അപ്പം ഉണ്ടാക്കിയപ്പോഴൊരു 4 എണ്ണം ചോദിച്ചപ്പോൾ തരില്ല എന്നാണ് പറഞ്ഞത്. ഈ അപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ? ഇതാണ് നമ്മളൊക്കെ ധാരാളം ഉണ്ടാക്കണ്ടല്ലോ, ഇല്ല ഉള്ളത് ധാരാളം എന്തെങ്കിലും ഉള്ളത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടെന്ന് മനസ്സിലാക്കണ്ടേ. അതൊക്കെ പാവങ്ങളുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, കഷ്ടപ്പെടുന്നവരുണ്ടാവും, അവർക്കും കൂടി കുറച്ചൊക്കെ കൊടുക്കാനാണ് കേട്ടോ. അതറിയണം. അത് കൊടുക്കാതെ ഇങ്ങനെ ധാരാളമായിട്ട് സമ്പാദിച്ചു കഴിഞ്ഞാൽ തേക്കാത്തണ്ട ധാരയിട്ട് പോകും. അതുകൊണ്ട് കുറേശ്ശെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കാശ് മാറ്റിവെക്കണം, ധനം മാറ്റിവെക്കണം, ഭഗവത്പരമായ കാര്യങ്ങൾക്ക് മാറ്റിവെക്കണം. അതല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്ന് കാണിക്കാനാണ് ഇപ്പം ഈ ഒരു കഥ. ഇത്തം സ്ത്രീഭിഹി സഭയനയന ശ്രീമുഖാലോകിനീഭിഹി. പരീക്ഷത്തെ ഇപ്പം ഇങ്ങനെയൊക്കെ ഗോപികൾ പരാതി പറഞ്ഞത് കേട്ടിട്ട് താൻ വിചാരിക്കേണ്ട, എന്ത് ഗോപികൾക്ക് ഭഗവാനോട് ദേഷ്യമുണ്ടെന്ന് വിചാരിക്കേണ്ട. ഒരു ദിവസം എങ്ങാനും ഭഗവാൻ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവർ പൊട്ടിക്കരയും. ഇന്ന് കൃഷ്ണൻ വന്നിട്ടില്ല. അവർ വെണ്ണെടുത്ത് വയ്ക്കണം എന്തിനാ നിശ്ചയുണ്ടോ? കൃഷ്ണന് കൊടുക്കാൻ. പിന്നെ അവർ വന്ന് പരാതി പറഞ്ഞത് എന്താ? അവരൊരു കാരണം ഉണ്ടാക്കി വരിക, നിർമ്മാല്യം തൊഴാൻ.
രാവിലെ ഇപ്പോൾ ഒരു കാരണം എന്തെങ്കിലും പറയണ്ടേ, കൃഷ്ണനെ കാണണമെന്നവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, രാവിലെ വേഗം അവരുടെ പണികളൊക്കെ കഴിഞ്ഞ് ഓടി വന്ന് കൃഷ്ണനെ കാണാനായിട്ട് വരുമ്പം എന്തെങ്കിലും ഒരു കാരണം പറയാൻ വേണ്ടി വെണ്ണ കട്ടുവെന്നും പാല് മോഷ്ടിച്ചെന്നും അവിടെ കലം പൊട്ടിച്ചു എന്നൊക്കെ വെറുതെ അങ്ങനെ ഈ കൃഷ്ണൻ വരാത്ത ദിവസം വരെ വരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട്. അവർ ഭഗവാന്റെ നവരസങ്ങൾ കാണാൻ ഇത്തം സ്ത്രീഭി സഭയ നയന ശ്രീമുഖാലോകിനീഭി, ഭഗവാന്റെ ആ ശ്രീമുഖം കാണാൻ മോഹിച്ചിട്ട് ഭഗവാൻ അവരെ നോക്കി കണ്ണുരുട്ടണത്. നിൻ്റെ വീട്ടിൽ വന്നത് നീ വലിയ പ്രശ്നമായിട്ട് പറയാം, ലേശം വെണ്ണെടുത്തത് നാളെ വന്ന് ബാക്കിയുള്ളതും കൂടി ഞാൻ നേരെയാക്കൂട്ടു എന്ന് പറഞ്ഞ് കണ്ണുരുട്ടുമ്പം അത് കാണാനുള്ള ഭംഗി, ഭഗവാൻ പല്ല് കടിച്ചു പിടിക്കുമ്പോൾ കാണാനുള്ള ഭംഗി, പുരികം വളയ്ക്കുമ്പോൾ കാണാനുള്ള ഭംഗി, പുഞ്ചിരിക്കുമ്പോൾ കാണാൻ എന്തൊരു ഭംഗി. ഭഗവാന്റെ ഈ നവരസങ്ങൾ കാണാൻ വേണ്ടി ഓരോ കാരണം പറഞ്ഞ് അവർ വരികയാണ്. അതല്ലാതെ അവർക്കൊന്നും ഭഗവാനോട് എന്തില്ല, ഒട്ടും ദേഷ്യമൊന്നുമില്ല. അവർ ഭഗവാനെ കാണാൻ വരികയാണ് പരീക്ഷത്തെ. ഭഗവാൻ എന്താ വെച്ചാൽ തനി സാധാരണക്കാരായ ഇടയ സ്ത്രീകളോട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവരെന്തായാലും ഉപനിഷത്ത് പഠിക്കുക, ഗീത പഠിക്കുക, അങ്ങനെയൊന്നും ഭാഗവതം വായിക്കുന്ന അങ്ങനെ ഉണ്ടാവില്ല. അവരും നേരെയാവണ്ടേ. അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു, അവർക്ക് വളരെ പ്രധാനം പാലും വെണ്ണയൊക്കെയാണ്, അതിൽ ഭഗവാൻ കൈവച്ചു. ഇപ്പം അവർ ആദ്യമൊക്കെ കൃഷ്ണനെ ശ്രദ്ധിക്കണം എന്ന് പറയും. പാല് നോക്കണം കേട്ടോ, കൃഷ്ണൻ വന്ന് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളൂ കൃഷ്ണനെ. വെണ്ണ ശ്രദ്ധിച്ചോളൂ കേട്ടോ, കൃഷ്ണനെ ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവർ വെണ്ണ പാലൊന്നും പറയില്ല, കൃഷ്ണനെ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ അവർ കൃഷ്ണനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. കൃഷ്ണൻ അവരുടെ മനസ്സിലങ്ങോട്ട് കയറിപ്പറ്റി. വെണ്ണ കക്കുന്നു, ചേല കക്കുന്നു എന്നൊക്കെ ഉള്ള പേരിൽ ഭഗവാൻ വാസ്തവത്തിൽ കട്ടത് ഹൃദയമഭിമുഷിത്വ. വിൽപ്പത്തൂർ പറയും ഹൃദയമാണ് കേട്ടത്. ആരുടെ? ഗോപസ്ത്രീകളുടെ മനസ്സിപ്പം ഭഗവാന്റെ കയ്യിലാണ്. അത് കട്ടില്ലേ. ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ ലേശം മണ്ണ് തിന്നു, വലിയ വിഷയമായി. കുട്ടികളങ്ങോട്ട് ഓടി അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ നീ ആയിട്ട് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞു ഭഗവാൻ. അങ്ങനെ 5-8 പേര് വരിക്കങ്ങനെ വരുന്നുണ്ട്, കണ്ണുരുട്ടി അങ്ങനെ മുഖം ഉറപ്പിച്ചിട്ട്. പിന്നിൽ കൃഷ്ണൻ തല താഴ്ത്തിക്കൊണ്ട് യശോദയോട് പറഞ്ഞു, ഇന്ന് കൃഷ്ണൻ മണ്ണ് തിന്നു എന്നങ്ങോട്ട് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും യശോദയ്ക്ക് ദേഷ്യം. ധാരാളം വെണ്ണയും പാലും കഴിക്കുന്നുണ്ട്, ഇവിടുന്ന് പോരാത്തത് കട്ടും തിന്നുന്നുണ്ട്, ഇനിയിപ്പോൾ അതും പോരായിട്ട് മണ്ണ് തിന്നി. ഒരു കയ്യിൽ മയിൽപ്പീലി അങ്ങോട്ട് എടുത്തു. കൃഷ്ണൻ്റെ നേരെ ചെന്ന് 2 കൈയും കൂട്ടിപ്പൊടിച്ച് തല്ലാനായിട്ട് ഒരുങ്ങി. കസ്മാൻ മൃതമദാന്താത്മൻ, എടാ അഹങ്കാരി, നിനക്കെന്തിൻ്റെ കേടാ, നീ മണ്ണ് തിന്നോ? കൃഷ്ണൻ പറഞ്ഞു, ഇല്ലമ്മേ, ആരെങ്കിലും മണ്ണ് തിന്നു? നാഹം ഭക്ഷിതവാനമ്പ, ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കുക പറഞ്ഞാൽ അന്യമായൊരു വസ്തുവിനെ കഴിക്കാൻ പറ്റുള്ളൂ. എന്താണ്? ഭഗവാനാണ്. ഇവിടെ മണ്ണും വീണ്ണും ഒക്കെ ഭഗവാനാണ്. ആ ഭഗവാൻ എന്ത് കഴിക്കാനാണ്? നാഹം ഭക്ഷിതവാനമ്പ, ഞാൻ കഴിച്ചിട്ടില്ല അത് പറഞ്ഞു. ഈ കുട്ടികളൊക്കെ പറയണതോ സർവേ മിഥ്യാഭിശംസിന, ഇവരൊക്കെ പറയണത് മിഥ്യയാണ്, അവർക്ക് തോന്നിയതാണ്. നമുക്ക് തോന്നല്ലത്, ഇവിടെ പലതും ഉള്ളതായിട്ട് തോന്നണില്ലേ, ഇതൊക്കെ മിഥ്യ. വാസ്തവത്തിൽ ഇതെങ്ങനെയല്ല, നമുക്കങ്ങനെ തോന്നുകയാണ്. അവർക്ക് അത്രയല്ലേ അറിവുള്ളൂ. അറിവുണ്ടായാൽ ഇതൊന്നും ഇല്ലെന്ന് മനസ്സിലാവും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ തോന്നിയതാണ്. മിഥ്യാഭിശംസിനഹ, അവരൊക്കെ കളവ് പറയുകയാണെന്ന് പറഞ്ഞു. അവരൊക്കെ കളവ് പറയുകയാണെങ്കിലേ, നീ മണ്ണ് തോന്നിട്ടില്ലെങ്കിൽ നീ ഒന്ന് വായ തുറക്ക്, അമ്മയൊന്ന് കാണട്ടെ. മണ്ണ് തോന്നില്ലെങ്കിൽ അമ്മയൊന്ന് കാണട്ടെ. എന്നാൽ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ, ഈ ബ്രഹ്മാണ്ടം എന്നിലാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഞാനാണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ. ഭഗവാൻ വാഹ്യം കണ്ട് തുറന്നു. അധികം മണ്ണ് കാണണമെന്ന് അമ്മ മോഹിച്ചില്ല. അമ്മ ആകെ 2 തരി മണ്ണ് കണ്ടാൽ നന്നായെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ 27-14 ലോകങ്ങളിലെയും മണ്ണ് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജണർലോകം, തപോലോകം, സത്യലോകം, അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം, 14 ലോകവും എവിടെ? തൻ്റെ ഉണ്ണിയുടെ വായലാണ്. അതിൽ ഭൂമി, വൃന്ദാവനം, ഗോകുലം, അതിൽ യശോദ, മുന്നിൽ കൃഷ്ണൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എല്ലാം എവിടെ ഉണ്ട്? ഇതൊക്കെ എൻ്റെ ഉണ്ണിയിലാണോ? അതല്ലാതെ ഇപ്പോൾ ഉപനിഷത്ത് വായിച്ചിട്ട് യശോദയ്ക്ക് ഇതൊക്കെ മനസ്സിലാവും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഭഗവാൻ അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. യശോദത്ത് കണ്ട് അത്ഭുതപ്പെട്ടു. രോഹിണി, കൃഷ്ണൻ്റെ വായിൽ ലോകം മുഴുവൻ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് യശോദ ബോധം കെട്ടങ്ങോട്ട് പോണു. രോഹിണി ഓടി വന്നു, നോക്കട്ടെ, വായ തുറക്ക കൃഷ്ണ, അമ്മയും കാണട്ടെ. വായ തുറക്കണില്ല. അവസാനം കൃഷ്ണൻ്റെ ആ വായയിലേക്ക് കൈയിട്ടിട്ട് ആ ചുണ്ടിൻ്റെ ഇടയിൽ കൂടെ വിരലൊക്കെ ഇട്ട് അങ്ങനെ തുറക്കാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ മുളച്ച് വരുന്ന പല്ലുകൊണ്ടൊരു കടി കണ്ട് കൊടുത്തു. ആ കടി കിട്ടിയപ്പോൾ രോഹിണി പറഞ്ഞു, ഞാനും കണ്ടു യശോദ ലോകം മുഴുവൻ. ലേശൊരു വ്യത്യാസമുണ്ട്, എന്നാലും കണ്ടു. എല്ലാവർക്കും ഒരേ ലോകമല്ല, അതൊക്കെ അവനവൻ്റെ പുണ്യത്തിനനുസരിച്ച് അങ്ങനെ ഓരോരോ ലോകം ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഭഗവാൻ ആ ലീല, തൻ്റെ വികൃതി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഗോപി പ്രസാദം, യശോദയുടെ നേരെ അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ യശോദയ്ക്ക് ശരിക്കും തന്നെ തൻ്റെ ആ മനോഹരമായ രൂപം, ഭാവം കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം. ഉപനിഷദർത്ഥമായ പരബ്രഹ്മത്തെ
ഒരലിൻ്റെ മോള് കെട്ടിയിട്ടു ആ ഇടയപ്പെണ്ണു. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തര നിയുക്താസു നിർമ്മമന്ധസ്വയം ദധി. ഒരിക്കൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് യശോദ തൈര് കടയാണ്. ധാരാളം പേര് അവിടെ ഉണ്ട് ദാസിമാർ. എന്നാലും യശോദയ്ക്ക് ഇഷ്ടമാണ് തൈര് കടയാണ്. അവരൊക്കെ വേറെ വേറെ ഓരോരോ പണി ഏർപ്പാടാക്കി അത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ യശോദ തന്നെയാണ് ഇപ്പം ഒന്ന് തൈര് കടയണത്. തൈര് കടയണ സമയത്ത് യശോദയൊന്ന് വർണ്ണിക്കുകയാണ് ഭാഗവത്തിൽ. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഭഗവാനെ കണ്ടില്ലേ, ഇനി ആ ഭഗവാനെ അമ്മയായിട്ട് ഭഗവാനെ പ്രസവിക്കാൻ, അല്ലെങ്കിൽ പ്രസവിക്കാൻ പറ്റില്ല, പോറ്റാൻ സാധിച്ച ആ യശോദ, ആ ഭാഗ്യവതിയായിട്ടുള്ള അമ്മയെ ഒന്ന് ധ്യാനിച്ചാലോ എന്ന് പറഞ്ഞ ശ്രീശുകർ യശോദയുടെ ധ്യാനം. ക്ഷൗമം വാസഹ പൃഥുകടിതടേ ബിഭ്രതീ സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുജയുഗം ജാതകമ്പം ച സുഭ്രൂ രജ്ജുവാകർഷശ്രമഭുജലത കങ്കണൗ കുണ്ടലേ ച സ്വിന്നം വക്ത്രം കപരമികളൻ മാലതീ നിർമ്മമന്ധ. ക്ഷൗമം വാസ പൃഥുകടിതടേ ബിഭ്രതീ സൂത്രനദ്ധം. നല്ല പട്ടുസാരിയെ കൊടുത്ത് തടിച്ച പ്രകൃതാണ്. ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും കണക്കില്ല. മുട്ടുവരെ വളകളാണ്, വലിയ കുണ്ടലം അതൊക്കെ അണിഞ്ഞ് വലിയ പൊട്ടൊക്കെ തൊട്ട് അനവധി മാലകൾ ചാർത്തി ആ ദേവി അങ്ങനെ തൈര് കടയണത് കണ്ടാൽ കയ്യിലുള്ള വളകളുടെ ശബ്ദം, ചെവിയിലുള്ള കുണ്ടലങ്ങളുടെ ശബ്ദം, ഭഗവാന്റെ ലീലകളൊക്കെ അവിടെയുള്ള കവികളൊക്കെ പാട്ടാക്കിയിട്ടുണ്ട് താളത്തിന്. അതൊക്കെ ചൊല്ലി 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 അങ്ങനെയാണ് തൈര് കടയണത്. മാലതി നിർമ്മമന്ധ. അങ്ങനെ തൈര് കടയുമ്പം ആ തൈര് കടയണ ആ ശബ്ദം, കയ്യിലുള്ള വളകളുടെ ശബ്ദം, ഇതൊക്കെ കേട്ടിട്ടാണ് ഭഗവാൻ എഴുന്നേൽക്കുക. തലേ ദിവസം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ട് കിടത്തിയതൊക്കെ ആണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഒക്കെ പോയിട്ടുണ്ടാവും, കൺമഷിയൊക്കെ പോയിട്ടുണ്ടാവും. അത് കൗബീനെ ഊരി തലയെ കെട്ടി അതിൻ്റെ മുകളിൽ വൈപ്പിൽ തിരിക്കിയിട്ടാണ് വരിക. അമ്മ കൃഷ്ണൻ വീണ് പോകണ്ടാക്കി തലയണയൊക്കെ വെച്ചിട്ട് ഒതുക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല, എന്നെ പറ്റിച്ച് പോയോ അമ്മ നല്ല മട്ടിൽ മെല്ലെ കിടക്കയിൽ നിന്ന് തലയണയൊക്കെ തട്ടി മാറ്റി മെല്ലെ ഇറങ്ങി. അപ്പോഴാണ് അമ്മ തൈര് കടയണത് കാണുന്നത്. താൻ വരുന്നത് കാണണ്ട എന്ന് കരുതി പാദസരൊക്കെ മുകളിലേക്ക് പൊന്തിച്ച് അമ്മയെ പറ്റിക്കാനായിട്ട് മെല്ലെ ശബ്ദം ഉണ്ടാക്കാണ്ട് വരുന്നു. അടുത്തെത്തിയതും അമ്മ കണ്ടു. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അമ്മയെ കഴുത്തം കണ്ട് കെട്ടിപ്പിടിക്കും. ഭഗവാനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മ തൈര് കടയണത് നിർത്തി നേരെ കൃഷ്ണനെ മടിയിൽ വെച്ച് പാല് കൊടുക്കുകയാണ്. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൈര് കടയാൻ പുറപ്പെട്ടാൽ കൈ കൊണ്ട് തൈര് കടയണ ആ കൈ കെട്ട് പിടിക്കും. എന്നെ കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ള ഏർപ്പാടൊക്കെ നിർത്തുക. ശരി എന്നാൽ പിന്നെ പാല് കൊടുക്കുക. പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെ നോക്കി പുഞ്ചിരിക്കും, അല്ല കണ്ണടയ്ക്കും, ചുണ്ടനകടം നിൽക്കും. എന്നാൽ പിന്നെ ഉണ്ണി ഉറങ്ങിയല്ലോ കരുതി മാറ്റി കിടത്താൻ പുറപ്പെടുമ്പോഴേക്കും ചുണ്ടനങ്ങും, നോക്കിച്ചിരിക്കും. പെട്ടെന്ന് യശോദ ഓർത്തു, അയ്യോ അകത്തവിടെ പാല് തിളപ്പിക്കാൻ വെച്ചില്ലേ, 10 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ കൃഷ്ണ താഴ്ത്ത് വെച്ച് അങ്ങോട്ട് ഓടി. അമ്മയ്ക്ക് എന്നെക്കാൾ വലുത് 10 ലിറ്റർ പാലാണ്. ഇത് ബ്രഹ്മാവിന് കിട്ടുന്നില്ല, മഹാദേവന് കിട്ടില്ല. ദേവന്മാരവിടെ ക്യൂ നിൽക്കുക. എന്നിട്ട് ഞാൻ അവിടെ പോവാതെ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരു വിലയില്ലേ? അതെ, പാലും തൈരൊക്കെ തന്നെയാണ് എപ്പോഴും പ്രധാനം. നമുക്ക് ഏതിനോടാണോ വലിയ ബന്ധമുള്ളത് അത് ആര് പൊട്ടിക്കും? ഒന്നിനോടും ബന്ധമില്ലാണ്ടിരുന്നോളൂ, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഭഗവാൻ പൊട്ടിക്കും. ഇത്ര നേരമായിട്ട് രാവിലെ 3:30 തുടങ്ങി 11 മണി വരെ എടുത്തു വെച്ചതാണ് ആ തൈര്, വെണ്ണ, പാല്, അതൊക്കെ ഭഗവാൻ അങ്ങോട്ട് പൊട്ടിച്ചു. തൈർക്കലം ദൂരത്ത് പോയിട്ട് അമ്മിക്കൂട്ടെടുത്ത് വന്നു, എന്നിട്ട് പൊട്ടിച്ചു എന്നാണ് വ്യാസര് പറയണത്. പക്ഷേ മേൽപ്പത്തൂർ പറഞ്ഞു കടകോലുകൊണ്ട് പൊട്ടിച്ചു. കാരണം മേൽപ്പത്തൂരിന് ഒരു വിഷമം, ഈ ഉണ്ണികൃഷ്ണനെ കൊണ്ട് എങ്ങനെയാണ് ഈ അമ്മിക്കൂട്ടി എടുപ്പിക്കുക, കനുള്ളതല്ലേ, കയ്യിൽ നിന്ന് വീണ് പോയാലോ, ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല, 2 കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, കുമ്പയും കൂടി ചേർത്തിട്ട് ഈ കുട്ടിക്ക് ഈ അമ്മിക്കുട്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടല്ല, അതുകൊണ്ട് വേണ്ട കരുതി കടകോലം കൊണ്ടാക്കി. ഗുരുവായൂരപ്പൻ പറഞ്ഞു മേൽപ്പത്തൂർ അങ്ങനെയല്ല പട്ടിരിപ്പാടെ, ഞാനത് കടകോലം കൊണ്ടല്ല അമ്മിക്കുട്ടി കൊണ്ട് തന്നെയാണ് പൊട്ടിച്ചത്. എന്നാൽ ഞാൻ ഇവിടെ മാറ്റൊന്നും വേണ്ട, ഞാൻ അങ്ങനെ നോട്ടെ എന്നും പറഞ്ഞു. എന്നാണ് അദ്ദേഹം മാറ്റിയില്ല അത്രേ. അങ്ങനെ തൈർക്കലം പൊട്ടിച്ചു. അതിൻ്റെ മുകളിൽ കുറച്ചേരം തൈരിൻ്റെ മുകളിൽ ചാടിക്കളിച്ചു. കുറച്ച് വെണ്ണ കയ്യിലെടുത്തു, 4 ഭാഗത്തേക്ക് ഓടി. കാരണം ഏത് ഭാഗത്തിലൂടെ ഭഗവാൻ പോയത് നമുക്ക് മനസ്സിലാവരുത്, കാൽപ്പാട് നോക്കി കണ്ടുപിടിക്കാൻ പറ്റരുത് എന്ന് കരുതിയിട്ട്. ശേഷം വെണ്ണെടുത്ത് അങ്ങോട്ട് ഓടി എന്തോ ആലോചിച്ച് തിരിച്ചു വന്നു. ഓടിയത് തല്ല് കിട്ടാണ്ടിരിക്കാനാണ്. പിന്നെ തോന്നി ഇനി ഓഡിയോ ചേർത്ത് അധികം കിട്ടിയാലോ, മുങ്ങടന വരിക നല്ലത്. പിന്നെ എന്തോന്ന് ആലോചിച്ച് ഓടി. അതെന്താ വെച്ചാൽ അടുത്ത വീട്ടിലെ ഗോപസ്ത്രീയെ വിളിക്കാം, ശുപാർശ പറയാൻ. പറ്റിയത് പറ്റി. അവൾ വന്ന് 2 വർത്തമാനം പറഞ്ഞാൽ അമ്മ തല്ലുന്നതിൻ്റെ ശക്തി കുറഞ്ഞാലോ. പിന്നെ തിരിച്ചു വരാൻ കാരണം എന്താ? അയ്യോ അവളെ വിളിച്ചാൽ ബുദ്ധിമുട്ടാവും, ഇന്നലെ പോയിട്ട് അവിടെ പോയിട്ടാണ് കട്ടത്, ഇന്നലെ രാത്രി. ഇനിയിപ്പോൾ അവൾ വന്നാൽ അതും കൂടി പറയും, അത് ചേർത്ത് അധികം കിട്ടും. നാവകച്ഛൻ അതിഷ്ഠൻ, ഓടുന്നു തിരിച്ചു വരുന്നു, ഓടുന്നു തിരിച്ചു വരുന്നു. അവസാനം ലേശം വെണ്ണെടുത്ത് അങ്ങോട്ട് ഓടിപ്പോയി വടക്ക് ഭാഗത്ത് പോയി ഒരലിൽ ആ കുഴിയിൽ വെണ്ണ നിറച്ച് ലേശം താൻ കഴിക്കും. പിന്നെ അവിടെ ഉള്ള മർക്കായ കുരങ്ങന്മാർക്ക് കൊടുക്കും. കുരങ്ങന്മാർ വലിയ ഇഷ്ടമാണ്. എന്താ കാരണം വെച്ചാൽ അന്ന് ആ രാമായണ കാലത്ത് ഇവരെ ഉണ്ടായുള്ളൂ.
ഒരു മനുഷ്യന്മാരും കണ്ടില്ല, അന്ന് ഒരാളും കണ്ടില്ല. അന്ന് ഈ കുരങ്ങന്മാരെ സഹായത്തിനുണ്ടായുള്ളൂ. അതുകൊണ്ട് കുരങ്ങനോട് മേൽപ്പത്തൂർ പറയുമ്പോൾ പൂച്ച എന്ന് പറയും. അത് കേരള ആയതുകൊണ്ടാണ്. ഇവിടെ കൂടുതലും പൂച്ച ആയതുകൊണ്ട് പൂച്ചയ്ക്ക് കൊടുത്തു അദ്ദേഹം പറയും. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും, അമ്മ വരുന്നുണ്ടോ. അമ്മ എന്നെ കൊല്ലാൻ വരുന്നതെന്നും പറഞ്ഞിട്ട് ഓടിയതാണ്. ഗോപസ്ത്രീകളൊക്കെ പിന്നെ അവരെ TV ഒക്കെ ഓഫാക്കി പുറത്തിറങ്ങി നിൽക്കുകയാണ്, കാഴ്ച കാണും. യശോദാകൃഷ്ണൻ്റെ പിന്നാലെ ഓടുന്നത്. ആയിരക്കണക്കിന് പശുക്കൾ വരിക്ക് നിൽക്കുമ്പോൾ കൃഷ്ണൻ 4 കാലിൻ്റെ ഇടയിൽ കൂടെ ഓടും. കുനിയൊന്നും വേണ്ട, അങ്ങോട്ട് ഓടിയാൽ സുഖമായിട്ട് ഓടാൻ പറ്റും. യശോദയ്ക്ക് അങ്ങനെ പറ്റില്ല. യശോദ 115 കിലോ. ആ 4 കാലിൻ്റെ ഇടയിൽ കൂടെ ഓടാൻ യശോദയ്ക്ക് പറ്റുമോ? യശോദ ഹൈവേ കൂടെ വരും, കൃഷ്ണൻ ബൈപ്പാസിൽ കൂടെ അങ്ങോട്ട് തന്നെ പോകും. പിന്നാലെ ഓടി പാവാ അമ്മ ക്ഷീണിക്കുകയാണ്, വേർത്ത് കുളിച്ചു. കൃഷ്ണനെ കാണാനില്ല, എവിടെയാണ് നോക്കുകയാണ്. ആ ഉരലിൻ്റെ കുഴിയിൽ വെണ്ണ വെച്ച് കുറച്ച് താൻ കഴിക്കും, മറക്കായ കുരങ്ങന്മാർക്ക് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. ചൗര്യപി ശങ്കിതക്ഷണം, അമ്മ വരുന്നുണ്ടോ എന്നുള്ള മട്ടിൽ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ആരടുത്തെത്തി? അമ്മ അടുത്തെത്തി, കൈ അങ്ങോട്ട് പിടിച്ച് ഉരലിനോട് ചേർത്തങ്ങോട്ട് വെച്ചു. എൻ്റെ വികൃതി ഞാനൊന്നും ഇല്ലാണ്ടിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോപസ്ത്രീകൾ ചുറ്റും കൂടി. ഇവനെ കെട്ടാനൊരു കയറും കണ്ടെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ വലിയ മോഹ, ഒരുങ്ങി നിൽക്കുക ഒന്ന് കെട്ടാൻ. വേഗം ഓടി ഒരു നല്ല കയറ് കൊണ്ട് കൊടുത്തു. അത് ചേർത്ത് കെട്ടാൻ നോക്കിയപ്പം എത്തുന്നില്ല, 2 വിരലിൻ്റെ കുറവ്. വലിയ കയറായിരുന്നു, പക്ഷെ കൃഷ്ണൻ അങ്ങോട്ട് ചുറ്റിയിട്ട് അങ്ങോട്ട് എത്തുമ്പോഴേ 2 വിരലിൻ്റെ കുറവ്, പറ്റണില്ല. ഒരു വലിയ കയറങ്ങോട്ട് എടുക്കുമോ പറഞ്ഞപ്പം ഗോപസ്ത്രീ ഓടിപ്പോയിട്ട് ഇനി കെട്ടാൻ വരണ്ട കരുതിയ വെള്ളം കോരുന്ന വലിയ കയറ് കൊണ്ട് കൊടുത്തു. പറ്റണില്ല, 2 വിരലിൻ്റെ കുറവ്. ചുരുക്കം പറഞ്ഞാൽ ഗോപികളൊക്കെ അങ്ങോട്ട് ഓടി വീട്ടിലേക്ക് അവിടെയുള്ള കയറ് മുഴുവെടുത്ത് കൊണ്ടുവന്നു. ആ പഞ്ചായത്തിലെ കയറ് മുഴുവണ്ടായിട്ടും പറ്റും തോന്നുന്നുണ്ടോ? യോഗീശ്വരന്മാർക്ക് ഈ ഭഗവാനെ കെട്ടാൻ പറ്റണില്ല, പിന്നെ ഈ ഇടയപ്പെണ്ണിന് പറ്റുക? അവർക്ക് മനസ്സിലൊന്നും ഒതുക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള ഈ ഭഗവാനെ, അകവും പുറവും ഇല്ലാത്ത ഈ ഭഗവാനെ എങ്ങനെയാ കെട്ടാൻ സാധിക്കുക? 2 വിരലിൻ്റെ കുറവ്. അതെന്താ? അത് അഹന്ത, മമത. ഞാൻ കൃഷ്ണൻ്റെ അമ്മയാണ്, എൻ്റെ കൃഷ്ണൻ, ഞാൻ കെട്ടും. ഈ വിചാരം ഉണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാനെ കെട്ടാൻ സാധിക്കില്ല. പിന്നെ എന്താ വേണ്ടത്? എനിക്ക് കെട്ടാൻ സാധിക്കുന്നില്ലല്ലോ, ഭഗവാന്റെ അമ്മയായിട്ട് എനിക്ക് കെട്ടാൻ പറ്റുന്നില്ലല്ലോ, ഈ വിചാരമാണ് വേണ്ടത്. അതല്ലാണ്ടൊന്നും ഭഗവാനെ കെട്ടാൻ ആർക്കും സാധിക്കില്ലെന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഈ കഥ തന്നെ. അഹന്തയും മമതയും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പോലും കെട്ടാൻ പറ്റില്ല. അവസാനം യശോദയ്ക്ക് വിഷമായി, തല താഴ്ത്തി, കണ്ണിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. യശോദ കൃഷ്ണൻ്റെ ചെവിയിൽ വന്ന് പറയുകയാണ്, ഞാൻ നിൻ്റെ അമ്മയാണ് കൃഷ്ണ. മറ്റുള്ള ഗോപികരൊക്കെ കളിയാക്കാൻ തുടങ്ങി. പറ്റണില്ല, യശോദയ്ക്ക് പറ്റണില്ല, കെട്ടാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഭഗവാൻ സഹിക്കുന്നില്ല. ഞാൻ എൻ്റെ അമ്മയെ കളിയാക്കും, നിങ്ങൾ കളിയാക്കണ്ട, അവൾ കെട്ടിക്കോട്ടെ എന്ന് ഭഗവാൻ അങ്ങോട്ട് സങ്കല്പിച്ചതും ആദ്യം കൊണ്ടുവന്ന കയറ് തന്നെ മുഴുവൻ വേണ്ടി വന്നില്ല പരീക്ഷത്തെ. എളുപ്പത്തിൽ ആ ഭഗവാനെ കെട്ടാൻ സാധിച്ചു. അത് അവളുടെ കേമത്തല്ല, ഭഗവാന്റെ കാരുണ്യം. കൃപയാസീത് സ്വബന്ധനേ സ്വമാതുഹു, തൻ്റെ അമ്മയുടെ സ്വിന്നഗാത്രായ വിശ്രസ്ത കപരസ്രജ, മുടികെട്ടഴിഞ്ഞതും കണ്ണെന്ന് കണ്ണീര് വരുന്നതും വേർത്തും വിളിക്കുന്നതും കണ്ട സമയത്ത് ഭഗവാൻ എന്ത് തോന്നി? പാവം, കെട്ടിക്കോട്ടെ എന്ന് ഭഗവാന് തോന്നുമ്പോഴാണ് നമുക്കും സപ്താഹം കേൾക്കാൻ അവിടെ ഞാൻ പോയിരിക്കും, ഇരുന്ന് തന്നെ ഞാൻ ഭാഗവതം വായിച്ചത് തന്നെ. ഭഗവാന് തോന്നുകയാണ് പാവം കുറേ കഷ്ടപ്പെടുന്നത്, അവനങ്ങ് പോയിരുന്നോട്ടെ എന്ന് ഭഗവാന് തോന്നുമ്പം സാധിക്കും. അതല്ലാണ്ട് നമ്മളുടെ കഴിവ് കൊണ്ടല്ല സാധിക്കണം എന്നുള്ളത് സാധകൻ തിരിച്ചറിയണം. ഏതുപോലെ ചോദിച്ചാൽ ആന തന്നെ കെട്ടാനുള്ള കയറ് പാപ്പാൻ എടുത്ത് കൊടുക്കുന്നത് പോലെ, അതുപോലെ ഭഗവാൻ തന്നെ കെട്ടാനുള്ള കയറ് അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുക, കെട്ടിക്കോളും. പാപ്പാന് കെട്ടാനുള്ള ചങ്ങല ആന തന്നെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് കൊടുക്കും. കാരണം പാപ്പ നല്ല പൂസ, അയാൾക്ക് ചങ്ങല എടുക്കാൻ പുറപ്പെട്ട അയാൾ വീഴും. അപ്പം അതുകൊണ്ട് പാപ്പാനോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ ആന എടുത്ത് കൊടുക്കാറുണ്ട്. ഇതുപോലെ അമ്മയോടുള്ള ആ കാരുണ്യം കൊണ്ട് ഭഗവാൻ നിന്നു കൊടുത്തു, അമ്മ കെട്ടട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അമ്മയ്ക്ക് കെട്ടാൻ സാധിച്ചു. അതല്ലാണ്ട് സാധിക്കില്ല എന്ന് കാണിക്കുകയാണ്. പ്രസാദം ലേഭിരേ ഗോപീയത്തത് പ്രാപ വിമുക്തിദാത്. പ്രസവിച്ചത് ദേവകിയാണെങ്കിലും ഭഗവാന്റെ ആ പ്രസാദം കിട്ടിയതാർക്കാ? അത് ഈ ഗോപിക്കല്ലേ. എന്നെ തപം ചെയ്തനേ യശോദ, എന്ത് തപസ്സായി യശോദ ചെയ്തത്. ബ്രഹ്മാദി ദേവന്മാർക്ക് തൊടാൻ കിട്ടാത്ത ഭഗവാനെ ഒരു ഒരലിൻ്റെ മുകളിൽ കെട്ടിട്ടിട്ട് കണ്ണടയ്ക്കാനും വായ പൊത്താനും ഇനി മണ്ടണ്ട വടം കണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറയാൻ. അത് കേൾക്കുമ്പോഴേക്കും ഭഗവാൻ അതുപോലെ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് പുണ്യാണ്, എന്ത് ഭാഗ്യം ചെയ്തു. കൃഷ്ണൻ കൊഞ്ചി അമ്മയെന്ന് വിളിക്കുന്നില്ലേ, ഇത് കേൾക്കാൻ ഇവളെന്ത് ഭാഗ്യം ചെയ്തു എന്ന് ബ്രഹ്മാദി ദേവന്മാർ ചോദിക്കുകയാണ്. എൻ്റെ വികൃതി ഒന്ന് തീരട്ടെ, എനിക്ക് കുറച്ച് അടുക്കളപ്പണി ഉണ്ടെന്ന് പറഞ്ഞ് ആര് പോയി? അമ്മ ഇങ്ങോട്ട് പോയി. കുട്ടികളൊക്കെ ചുറ്റും കൂടി. ഇന്ന് ഇനി കളി നടക്കില്ലേ കൃഷ്ണ, കഷ്ടമായി പോയില്ലേ, കെട്ടിട്ടത് കുറച്ച് ഭീകരല്ലേ.
അതൊന്നും പ്രശ്നമില്ലടോ എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് മുട്ടുകുത്തി ആ ഒരലങ്ങോട്ട് വലിച്ചിട്ടു. നമുക്ക് ഇങ്ങനെ കളിച്ചാലോ ആണ്, ഞാൻ ആനയാണ്, തടി വലിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞ് വലത്തെ കൈ വന്നിച്ചു തുമ്പിക്കയ്യ. അപ്പോൾ കുട്ടികൾക്ക് രസമായി. എവിടെ എത്തിയോ അത് രസമാക്കുക എന്നല്ലാണ്ട് അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എന്തിനാ ഞാൻ ഇവിടെ വന്നത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ പരാതി പറയുക ചെയ്യുക. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ പുള്ളിക്കാരനെ നോക്കിയിട്ട് നരകരീതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെല്ലണ്ടാന്നല്ലോ. ജല്ലിക്കോള് കുഴപ്പമൊന്നുമില്ല, അത് ഒരു ഭക്തൻ എഴുതിയ പാട്ടാണ്, കുഴപ്പമൊന്നുമില്ല. ജല്ലിക്കോള് അതൊന്നും വിഷയമില്ല. അതല്ല, ഇത് പരാതി പറഞ്ഞിട്ടുള്ള കാര്യം അത് രസമാക്കുക. ഇനിയുള്ളത് ഭംഗിയാക്കുക. അവിടെ എത്തി, എറണാകുളത്തെത്തി, എടപ്പള്ളിയിലെത്തി, ഇനി 7 ദിവസം ഭംഗിയാക്കുക. അതല്ലാതെ എന്നാലും ഞാനങ്ങനെ അവിടെ എത്തിയപ്പോൾ അങ്ങനെയല്ല. എവിടെ എത്തിയാൽ അത് അതിൻ്റെ രീതിയിൽ അങ്ങോട്ട് ഭംഗിയാക്കുക എന്നല്ലാതെ അവിടെ ഇരുന്ന് പരാതി പറഞ്ഞ് ഒപ്പമുള്ളവരോട് മുഷിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? ഭഗവാന്റെ ഒരു രീതി അങ്ങനെയാണ്. മുഴുവൻ പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ രസാക്കുകയാണ്. കെട്ടിയിട്ടതുപോലെ രസാക്കി അത് മുട്ടുകുത്തി ഞാൻ ആനയാണെന്ന് പറഞ്ഞ് ഒരൽ വലിച്ച് നടക്കുകയാണ്. കുട്ടികൾക്കും രസമായി. അവരൊരു കമ്പൊക്കെ പൊട്ടിച്ചു. എന്നിട്ട് ഇത് തോട്ടിയാണ്, ഞാൻ 1-ാം പാപ്പാൻ, മറ്റാൾ എന്നാൽ ഞാൻ 2-ാം പാപ്പാൻ എന്നൊക്കെ പറഞ്ഞ് ഇടത്താനെ വലത്താനെ എന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടിയാന എന്നൊക്കെ പറഞ്ഞ് എന്തൊരു രസം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ നോക്കി 2 മരങ്ങൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ. കൃഷ്ണ ഒന്നിങ്ങോട്ട് വരൂ, ഒന്നിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അവർക്ക് മിണ്ടാൻ വയ്യല്ലോ. ഞങ്ങളിങ്ങനെ കുറച്ച് ദിവസമായി ഇവിടെ പെട്ട് നിൽക്കണു, ഒന്ന് രക്ഷിക്കില്ലേ? നളകൂബരനും മണിഗ്രീവനും പണ്ട് നാരദരുടെ ശാപം കൊണ്ട് മരങ്ങളായതാ. കുബേരൻ്റെ മക്കളാണ്. വലിയ പണക്കാരനാണ് കുബേരൻ, പരമശിവൻ്റെ ഭക്തനാണ്. പക്ഷേ കുബേരൻ തനിക്ക് പണം ഉണ്ടാവാൻ കാരണം പരമശിവനെ ഉപാസിച്ചിട്ടെന്നുള്ള കാര്യം പറയാൻ മറന്നുപോയി. ആരോട്? അതും പറഞ്ഞു കൊടുക്കണം, ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാനപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ നശിക്കും. അതുകൊണ്ട് കുട്ടികൾക്കത് അറിയില്ല. അവർ ദൂർത്തടിക്കുകയാണ്. ജന്മനാ തന്നെ പണക്കാരായതുകൊണ്ട് ദൂർത്തടിക്കുന്നു. വാരുണിയും മധുരാം പിത്വ, മദ്യം കുടിച്ച് ആ ഗംഗാ നദിയിൽ അവിടെയുള്ള സ്ത്രീകളുടെ കൂടെ സല്ലപിച്ചും കൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ഒരിക്കൽ നാരദ മഹർഷി ആ വഴിക്ക് പോയപ്പോൾ കഷ്ടം തോന്നി. തൊട്ടടുത്ത് കൈലാസം, ഒന്ന് പോയി നമസ്കരിക്കില്ല, നാമം ജപിക്കില്ല. കഷ്ടം, നല്ലൊരു ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ നശിപ്പിക്കുന്നില്ലേ? അവർ കുടിച്ചിട്ട് വീണത് നാരദ മഹർഷിയുടെ മേലേക്കാണ്. മഹർഷിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ദേഷ്യം വരെ പറഞ്ഞ കാരുണ്യം കൊണ്ട് ഇത്ര സൗകര്യം ഉണ്ടായിട്ട് ഇങ്ങനെ നശിപ്പിക്കണമല്ലോ ഈ ജന്മം. ഇവരെ നല്ലൊരു ഡി അഡിക്ഷൻ സെൻ്ററിലാക്കണം. നല്ലൊരു ഡി അഡിക്ഷൻ സെൻ്റർ ഏതാ? അത് വൃന്ദാവനം. അവിടെ എത്തിക്കഴിഞ്ഞവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇവരെ വൃന്ദാവനത്തിൽ മരങ്ങളാവട്ടെ എന്ന് പറഞ്ഞ ഭഗവാൻ ഈ നാരദ മഹർഷി അവരെ ശപിക്കുകയാണ്. അത് ശാപം എന്ന് പറയാൻ വയ്യ, കാരണം വല്ല കല്ലുഷാപ്പൻ്റെ മുറ്റത്ത് മരങ്ങളാവട്ടെ പറഞ്ഞ ശാപ. ഇത് ഭഗവാന്റെ ലീലകൾ കണ്ടുകൊണ്ട് എല്ലാവരും കണ്ടു. ഇതുവരെയുള്ള ലീലകളൊക്കെ ആര് കണ്ടിട്ടുണ്ട്? ആ മുറ്റത്ത് അങ്ങനെ 2 പേര് ഇരുന്നങ്ങനെ കാണുകയാണ്. മരമല്ലായിരുന്നെങ്കിൽ ഓടിപ്പോവായിരുന്നു. നമ്മളാച്ച് നിൽക്കില്ല. അപ്പോഴേക്കും ഫോൺ കോൾ വരും, പുറത്തിറങ്ങും. ഇത് മരമായതുകൊണ്ട് നമുക്ക് നിവൃത്തിയില്ലല്ലോ. അവിടെ നിന്ന് ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ പൂതനാമോക്ഷവും തൃണാവർത്തന ഇതാക്കുന്നതും അങ്ങനെ ശകടാസുരം ഒക്കെ അവർ കാണുന്നുണ്ട്. അങ്ങനെ കാണാൻ സാധിച്ചില്ലേ? നാരദരുടെ അനുഗ്രഹം കൊണ്ട്. ഇനി ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, ആ വൃന്ദാവനത്തിലൊരു പുല്ലായിട്ട് ജനിക്കാൻ പറ്റിയ ഭാഗ്യ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ മകൻ നാരദരെ അനുഗ്രഹിച്ചു. ആരെ? ശപിച്ചു എന്നല്ല, അനുഗ്രഹിച്ചു. ഇവർക്ക് തരാവട്ടെ, മരങ്ങളായിട്ട് നിൽക്കട്ടെ. അവർ ഭഗവാനെ വിളിച്ചൊന്ന് നേരെയാക്കുമോ? ഭഗവാൻ കുട്ടികളെ അകറ്റുക നല്ലത്, ഇനി ഇതുവരെ കാണണ്ട എന്ന് കരുതി. ആനയ്ക്ക് വിശക്കുന്നുണ്ട്, ഇപ്പം കരിമ്പ് വേണമെന്ന മോഹം എന്ന് പറഞ്ഞപ്പോൾ അവർ കരിമ്പ് പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടതും ഭഗവാൻ ആ മുട്ടുകുത്തി ഒരലം കണ്ട് വലിച്ച് 2 വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു. 2 വൃക്ഷങ്ങളും കടപുഴകി വീണു. അതിന് 2 ദിവ്യ പുരുഷന്മാരുണ്ടായി. അവർ ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസതാം ദർശനേസ്തു ഭവത്തനൂനാം. പണ്ട് 2 കണ്ണ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുകൊണ്ട് വേണ്ടാത്ത കാഴ്ചകൾ കണ്ടു നടന്നു. അന്ന് കേമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി വലിയ കഷ്ടമായിരുന്നത്. 2 ചെവി ഉണ്ടായിരുന്നു, ലോക വിഷയങ്ങൾ മാത്രം കേട്ട് നടന്നു. ഈശ്വര കഥയൊന്നും കേൾക്കാൻ ഒന്നുമില്ല. ഈ കണ്ണുകൊണ്ട് ദീപാരാധന തൊഴുതിട്ടില്ല. കൈ ഉണ്ടായിരുന്നു, കൈ കൊണ്ട് വേണ്ടാത്ത കർമ്മങ്ങൾ ചെയ്ത് നടന്നു എന്നല്ലാണ്ട് ഭഗവാൻ ഒരു പുഷ്പം പോലും അർച്ചിച്ചിട്ടില്ല. ഒന്ന് കൈ കൂപ്പ ഉണ്ടായിട്ടില്ല. വാണി ഗുണാനുകഥനേ, ഞങ്ങൾക്കതിൻ്റെ ഫലം കിട്ടിയിട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ വാണി ഗുണാനുകഥനേ, ഈ ചെവികളെ കൊണ്ട് അങ്ങയുടെ ഗുണങ്ങൾ കേൾക്കാൻ സാധിക്കണേ. ഹസ്തൗച കർമ്മസു മനസ്തവ പാദയോർനഃ, ഈ കൈകളെ കൊണ്ട് അങ്ങേക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണേ. ഈ മനസ്സിൽ അങ്ങയുടെ പാദകമലങ്ങൾ തെളിഞ്ഞ് പ്രകാശിക്കണേ. ശ്രവണവും കഥായാം, ഈ ചെവികളെ കൊണ്ട് അങ്ങയുടെ കഥകൾ കേൾക്കാൻ സാധിക്കണേ. ഈ കണ്ണുകൊണ്ട് അങ്ങയെ കാണാൻ സാധിക്കണമെന്ന് പറയേണ്ടത്, അത് പറഞ്ഞില്ല. അങ്ങയുടെ ഭക്തന്മാരെ കാണാൻ സാധിക്കണേ. എന്താ കാരണം? അങ്ങയെ കാണുന്നതിനേക്കാൾ വലുതായിട്ട് ഞങ്ങൾ കണക്കാക്കണതേ നാരദരെ കാണുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഈ ഭാഗ്യം ഉണ്ടാവാൻ കാരണക്കാരനാരാ? നാരദരല്ലേ.
ആ നാരദരെ കണ്ടില്ലായിരുന്നെങ്കിൽ. ഭഗവാനെ കാണാൻ തോന്നുമായിരുന്നു. തൊട്ടടുത്ത് കൈലാസം ഉണ്ടായിട്ട് ഞങ്ങൾ പോയില്ല. ഭഗവാന്റെ മഹിമ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കി തന്നതാരാ? അത് നാരദനല്ലേ. അതുകൊണ്ട് ഇനിയും 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 സത്സംഗം തരാവണേ ഭഗവാനെ. ലോകത്തിലെ ഏറ്റവും വലുത് സത്സംഗമാണ്. അതുകൊണ്ട് ഇനിയും ഇനിയും നാരദരെ പോലുള്ള മഹർഷീശ്വരന്മാരെ കാണാൻ തരാവണേ. ദൃഷ്ടിസതാം ദർശനേസ്തു ഭവത്തനൂനാം. അല്ലെങ്കിലും നാരദരെ പോലുള്ള ഋഷീശ്വരന്മാരും അങ്ങും വേറെ ഞങ്ങൾ കാണുന്നില്ല. അങ്ങയുടെ സ്വരൂപം തന്നെയാണ് എന്ത് സജ്ജനങ്ങളും. അതുകൊണ്ട് ഇനിയും ഇനിയും സത്സംഗം തരാവണം. ഞങ്ങളൊന്ന് നാരദരെ പോയി കണ്ടിട്ട് താങ്ക്സ് പറഞ്ഞ് വരാം ഭഗവാനെ. അത് പറയണം, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊന്ന് പോയി വേഗം വരാം എന്നും പറഞ്ഞ് ആ നളഗോപരനും മണിഗ്രീവനും നാരദരെ അന്വേഷിച്ച് പോവുകയാണ്. അവരെ ഭഗവാൻ കെട്ടഴിച്ചു വിട്ടു. എന്നാൽ ഭഗവാന്റെ കെട്ട് അവർക്ക് അഴിച്ചു വിട്ടൂടെ? ഈ കഥ കാണിച്ചു തരണം എന്താണെന്നറിയോ? ഭഗവാനെ യശോദ കെട്ടിയിട്ടിട്ടില്ല എന്ന് കാണിച്ചു തരികയാണ്. കെട്ടിൽ പെട്ട ഒരാൾക്ക് വേറെ ആളുടെ കെട്ട് അഴിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ അത് അമ്മയ്ക്ക് വേണ്ടി നടിച്ചതാണ് പാവം. അവൾ കെട്ടിയെന്ന് വിചാരിക്കേണ്ടത്. അപ്പം പിന്നെ അങ്ങനെ ഒന്നേക്കാം, അത്ര തന്നെ. അല്ലാതെ ഭഗവാനെ കെട്ടിടാൻ ആർക്ക് പറ്റും? അങ്ങനെ കെട്ടിൽപ്പെട്ട ഒരാൾക്ക് നളഗോപുരം മണിഗ്രീവന്മാരുടെ കെട്ടഴിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണിച്ചെന്തിയാ കെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അഴിച്ചു കൊടുത്ത് പോവാം. അവരഴിച്ചു കൊടുത്തില്ല. അവർക്ക് മനസ്സിലായി എന്ത് കെട്ടിൽപ്പെട്ട ആൾക്ക് നമ്മളെ കെട്ടഴിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഓരോ നാട്യം നമസ്കരിച്ച് പോയേക്കാം. അവർ പോയി. ഭഗവാൻ ഒരു കെട്ടിൽപ്പെട്ട പോലെ അങ്ങനെ നിൽക്കുകയാണ്. ഈ ശബ്ദം കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ മരം വീണ ശബ്ദം കുട്ടികൾ കേൾക്കുന്നത്. അവർ ഓടി വരുമ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്ദഗോപുരം ഓടി വന്നു. ആ കെട്ടഴിക്കാനുള്ള അർഹത ആർക്കേ ഉള്ളൂ? കെട്ടാനുള്ള അർഹത അമ്മയ്ക്കും. പിന്നെ അതുപോലെ പുണ്യം ആർക്കേ ഉള്ളൂ? അത് അച്ഛനാണ്. അല്ലാതെ രണ്ടുപേരുടെയും മകനായിട്ട് വരുമോ? രണ്ടുപേർക്കും ഒരുപോലെയാണ് പുണ്യം. അതുകൊണ്ട് അത് അഴിക്കാനുള്ള അർഹത അദ്ദേഹത്തിനാണ്. അദ്ദേഹം ആ കെട്ടഴിച്ച് ഉണ്ണി എടുത്തു കൊണ്ടുപോയി യശോദയെ ചീത്ത പറഞ്ഞു. എന്ത് പണിയാണ് യശോദയെ കാണിച്ചത്? ആറ്റ് നോറ്റുണ്ടായതല്ലേ. ഇങ്ങനെയുണ്ടൊരു ദേഷ്യം. ആ ഉണ്ണി എന്തെങ്കിലും ചെയ്തു എന്ന് കരുതിയിട്ട് അത് അരക്കലം പൊട്ടിച്ചതിന് കെട്ടിടുക. ആ മരം ഞാൻ വീണ്ട് ഈ ഉണ്ണിയുടെ തലയ്ക്കാൻ വീണെന്ന് വെച്ചാലോ? കെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഓടിപ്പോവായിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ യശോദയെ ചീത്ത പറയണു. യശോദ അന്ന് ഉറപ്പിച്ചു, ഇനി മേലാൽ ഇനി ഈ ഉണ്ണി എന്ത് ചെയ്താലും ചീത്ത പറയില്ല, കണ്ണുരുട്ടില്ല, തല്ലില്ല തീരുമാനിച്ചു. പിന്നെ ഭഗവാന്റെ മറ്റു ലീലകളാണ് ഇനി മെല്ലെ വൃന്ദാവനത്തിലേക്ക് താമസം മാറണമെന്നൊക്കെ വർണ്ണിക്കുന്നു.